الحمد لله رب العالمين. الحمد لله العلي الأعلى الذي خلق فسوى والذي قدر فهدى والذي أخرج المرعى له ملك السماوات والأرض وما بينهما وما تحت الثرى وعلى العرش استوى وعلى الملك احتوى وقد وسع كل شيء رحمة وعلما. أحمده سبحانه وتعالى وأستغفره وأشهد أن لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت بيده الخير وهو على كل شيء قدير. وأشهد أن سيدنا ونبينا ومولانا محمدا عبده ورسوله نبي جاءنا بالبينات والهدى. صلى الله على محمد وعلى آله وأصحابه ومن اهتدى بهديه إلى يوم الدين. صلاة وسلاما دائمين متلازمين وسلم تسليما كثيرا كثيرا. أما بعد فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الذين قالوا ربنا الله ثم استقاموا تتنزل عليهم الملائكة ألا تخافوا ولا تحزنوا وأبشروا بالجنة التي كنتم توعدون. نحن أولياؤكم في الحياة الدنيا وفي الآخرة ولكم فيها ما تشتهي أنفسكم ولكم فيها ما تدعون. نزلا من غفور رحيم. ومن أحسن قولا ممن دعا إلى الله وعمل صالحا وقال إنني من المسلمين.
ولا تستوي الحسنة ولا السيئة ادفع بالتي هي أحسن فإذا الذي بينك وبينه عداوة كأنه ولي حميم وما يلقاها إلا الذين صبروا وما يلقاها إلا ذو حظ عظيم صدق الله مولانا العظيم اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم اللهم اجعل نصيحتي نصيحة مؤثرة في قلبي وقلوب الناس خالصة لوجهك الكريم. സദസ്സിലും സ്റ്റേജിലും ഉപവിഷ്ടരായിരിക്കുന്ന വിശിഷ്ടാതിഥികളെ, സഹോദരി സഹോദരന്മാരെ, ഉലമാക്കളെ, ഉമറാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. സഹോദരങ്ങളെ, അന്ത്യയാത്രയുടെ വിലാപങ്ങൾ എന്ന വിഷയമാണ് ഇന്ന് നാളെയുമായി നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാൻ അള്ളാഹുവിൻ്റെ തൗഫീക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വളരെ ശ്രദ്ധയോടുകൂടി കേൾക്കേണ്ടതും ഉൾക്കൊള്ളേണ്ടതും പഠിക്കേണ്ടതും പഠിപ്പിക്കേണ്ടതും ചിന്തിക്കേണ്ടതുമായ വിഷയമാണ്. നാം എല്ലാവരും മരണപ്പെട്ടു പോകും. മരണപ്പെട്ടു പോകുന്ന ഞാനും നിങ്ങളും മരിക്കുന്നതിന് മുമ്പ് മനസ്സിലാക്കേണ്ട, അറിയേണ്ട കുറെ വിഷയങ്ങളാണ്. മരണത്തിന് മുമ്പ് നമ്മളെ പിടികൂടുന്ന മലക്കുകൾ, ആ മാലാഖമാർ നമ്മളെ സമീപിക്കുമ്പോൾ നമ്മളോട് കുറെ ചോദ്യങ്ങൾ ചോദിക്കും. അതിനുള്ള മറുപടിയാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. എന്താണ് നമ്മളോട് ചോദിക്കുന്നത്? മരിക്കുന്നതിന് മുമ്പ് മനുഷ്യർ കാണുന്ന ചില അത്ഭുതങ്ങളാണ്. നമുക്ക് മരണത്തെക്കുറിച്ച് ചിന്തയുണ്ട്, പേടിയുണ്ട്. ആ പേടി എന്താണ്? ഞാൻ പെട്ടെന്ന് മരിച്ചു പോകുമോ എന്നുള്ള പേടിയാണ്. പെട്ടെന്ന് മരിച്ചു പോകും എന്നുള്ള പേടിയാണ് എനിക്ക് നിങ്ങൾക്കുള്ളത്. ചില ആളുകൾ ഫോൺ വിളിച്ച് ചോദിക്കും, ഉസ്താദേ, ഞാൻ മരിക്കുന്നതായിട്ട് സ്വപ്നം കാണുന്നു, മരണത്തെ സ്വപ്നം കാണുന്നു, എപ്പോഴും ഞാൻ മരണത്തെക്കുറിച്ച് ഇങ്ങനെ എനിക്കൊരു പേടിയാണ്, ഉറങ്ങാൻ കഴിയുന്നില്ല, വല്ല ദിക്ർ ദുആ ഉണ്ടോ? ഇനിയിപ്പോ എന്താ ഇപ്പൊ ദിക്ർ ദുആ? മരിക്കാൻ പോകുന്ന മനുഷ്യന് മരണത്തിലേക്ക് പോവുക എന്നുള്ളതല്ലാതെ പിന്നെ അതിനൊരു ദിക്ർ ദുആ ഒന്നുമില്ല. നല്ല മരണത്തിനുള്ള പരിശ്രമം നടത്തുക, അതാണ് ഏറ്റവും വലിയ ദിക്ർ ദുആ. അതിനാണല്ലോ നമ്മുടെ ഈ വാദ സദസ്സുകളൊക്കെ. നല്ല രീതിയിൽ എങ്ങനെ മരിക്കാൻ കഴിയുമെന്നതിനെ കുറിച്ചുള്ള ചർച്ചയാണ് നമ്മുടെ ഈ പരിപാടികളിലൂടെ നമ്മൾ കേൾക്കുന്നത്, പഠിക്കുന്നത്. അത് എങ്ങനെ നമുക്ക് സ്വായത്തമാക്കിയെടുക്കാം, നമുക്ക് എങ്ങനെയാണ് നല്ല മരണത്തെ നമുക്ക് ക്ഷണിക്കാൻ കഴിയുമെന്നതിനെ കുറിച്ചുള്ള ഒരു ചർച്ചയാണ് നമ്മുടെ ഇന്നത്തെ നാളത്തെ വിഷയം. ബഹുമാനമുള്ള സഹോദരങ്ങളെ, മരണവേളയും മരണത്തിന്റെ സന്ദർഭങ്ങളെ കുറിച്ചെല്ലാം പല പ്രഭാഷണങ്ങളിലൂടെയൊക്കെ നിങ്ങൾ കേട്ട് കാണും. അതുകൊണ്ട് കേട്ട വിഷയങ്ങളിലേക്ക് ഞാൻ നിങ്ങളെ വീണ്ടും ക്ഷണിക്കുകയല്ല. ഈ വിനീതൻ 2-3 വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങളുടെ നാട്ടിൽ വന്ന് പ്രഭാഷണം നടത്തി. അന്നും മരണമോ ഖബറോ എന്തൊക്കെ വിഷയമാണ് അന്ന് ചർച്ച ചെയ്ത് സംസാരിച്ചിരുന്നത്. അതുകൊണ്ടാണ് മരണത്തിന് മുമ്പ് എന്നുള്ള ഒരു വിഷയം, അന്ത്യയാത്രയോടടുക്കുമ്പോൾ അന്ത്യയാത്രയിൽ നാം അനുഭവിക്കുന്ന കുറെ വിലാപങ്ങൾ, മലക്കുകളുമായുള്ള സംഘട്ടനം, അതെന്താണെന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ അറിയേണ്ടത്. എല്ലാവരും അത് മനസ്സിലാക്കണം, അതറിയണം, ചിന്തിക്കണം. ഞാനും നിങ്ങളുമൊക്കെ മരണപ്പെട്ടു പോകുന്നവരാണ്. മരണത്തിന് ഒരു തീയതിയില്ല, ഒരു ഗ്യാരണ്ടി ഇല്ല. ഏത് സമയത്തും മരിക്കാം, എപ്പോഴും മരിക്കാം, എവിടെ വെച്ചും മരിക്കാം, എങ്ങനെയും മരിക്കാം.
അതാണ് മരണം. എല്ലാവരും മരിക്കും. എത്രത്തോളം എന്ന് വെച്ചാൽ നമ്മുടെ റൂഹിനെ പിടിക്കാൻ വരുന്ന മലക്കുൽ മൗത്ത് അലൈഹിസ്സലാത്തു വസ്സലാം, ആ മലക്കുൽ മൗത്ത് അസ്രായീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ പോലും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഈ ദുനിയാവിൽ വെച്ച് മരിപ്പിക്കും എന്ന് തന്നെയാണ് യാഥാർത്ഥ്യം. എല്ലാം അസ്തമിക്കും. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരായത്ത് നമ്മളെ ഓതി പഠിപ്പിക്കുന്നുണ്ട്. അത് കേൾക്കണം, പഠിക്കണം, ചിന്തിക്കണം. ഖിയാമത്ത് നാളോടുകൂടി സൂറന്ന കാഹളത്തിലെ ഊതുകൂതപ്പെടുമ്പോ എല്ലാം നശിച്ചു പോകും. ഇല്ലാ മൻ ഷാ അല്ലാഹ്, ചിലരൊഴികെ എന്നൊരു വാക്ക് അല്ലാഹു അവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. 3 ഊത്താണ് സൂറന്ന കാഹളത്തിൽ ഊതപ്പെടുക. ഒന്നാമത്തെ ഊത്തിലൂടെ ജനങ്ങളെ ഭയപ്പെടുത്തുകയാണ്. ഭയപ്പെടുത്തുക, ഊത്ത് ഊതിയിട്ട് ഭയപ്പെടുത്തുക. ഇസ്രാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഊത്ത്. വനഫഖ ഫിസ്സൂർ ففزع ما في السماوات والأرض إلا ما شاء الله. പേടിപ്പിക്കാൻ ഒരൊറ്റ ഊത്തിലൂടെ ജനങ്ങൾ മുഴുവനും പേടിച്ചു വിരളുകയാണ്. ഇപ്പൊ നമ്മുടെ ഇടിമിന്നലൊക്കെ ഉണ്ടാകുമ്പോൾ വല്ലാത്തൊരു പേടിയല്ലേ? ഇതേപോലെ ഒരു വല്ലാത്ത അപശബ്ദം കേൾക്കുമ്പോൾ പെട്ടെന്നൊരു പേടിയാണ്. രണ്ടാമത്തെ ഊത്ത് മൊത്തം തകർത്തെറിയുകയാണ്. وَيَوْمَ يُنفَخُ فِي الصُّورِ فَصَعِقَ مَن فِي السَّمَاوَاتِ وَمَن فِي الْأَرْضِ إِلَّا مَن شَاءَ اللَّهُ. രണ്ടാമത്തെ ഊത്തിലൂടെ ആകാശഭൂമികൾ മുഴുവനും തകർന്ന് തരിപ്പണമാവുകയാണ്. മൊത്തം തകർന്നു പോയി, എല്ലാം നശിക്കുന്നു. കുല്ലു മൻ അലൈഹാ ഫാൻ വയബ്ഖാ വജ്ഹു റബ്ബിക ദുൽ ജലാലി വൽ ഇക്റാം ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകذിബാൻ. കുല്ലു ശൈഇൻ ഹാലികുൻ ഇല്ലാ വജ്ഹഹു. അല്ലാഹു അല്ലാത്തതെല്ലാം തകർന്ന് തരിപ്പണമാവുകയാണ്, നശിക്കുകയാണ്. ഇല്ലാ മാ ശാ അല്ലാഹ്. അല്ലാഹു ഉദ്ദേശിച്ചവരൊഴികെ എന്ന് പറയുമ്പോൾ ആരാണ്? മീകായിൽ അലൈഹിസ്സലാത്തു വസ്സലാം, ഇസ്രാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാം, അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം, ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം. ഈ 4 മലക്കൊഴികെ ബാക്കിയെല്ലാം നശിച്ചു പോകുന്നു. പിന്നെ ചില റിവായത്തുകളിൽ ഹംലത്തുൽ അർശ്, അർശിനെ ചുമക്കുന്ന മലക്കുകളെയും ഒഴിവാക്കിയിട്ടുണ്ട് എന്നുണ്ട്. അപ്പൊ ഇതെല്ലാം നശിച്ചു പോകുന്നു. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുകയാണ് ജിബ്രീലിനോട്, ജിബ്രീലേ, ആരൊക്കെ ഇനി ഭൂലോകത്തുണ്ട്? അല്ലാഹുവേ, ഞാനും ഇസ്രാഫീലും മീകായിലും അസ്റായീലുമാണ് ഇനി ദുനിയാവിൽ ബാക്കിയുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് പറയുകയാണ്, മുത്യാ ജിബ്രായീൽ, ജിബ്രീലേ, നീ മരിക്കൽ ആവശ്യമാണ്. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം മരിക്കുന്നു. മുത്യാ ഇസ്രാഫീൽ, ഇസ്രാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് മരിക്കാൻ അല്ലാഹു കൽപ്പിക്കുകയാണ്. മുത്യാ മീകായിൽ, മീകായിൽ അലൈഹിസ്സലാത്തു വസ്സലാം മരിക്കുകയാണ്. പിന്നെ ആരാണ് ബാക്കിയുള്ളത്? 2 റിവായത്ത്. ഒന്ന് അവസാനമായി മരിക്കുന്നത് ജിബ്രീൽ അലൈഹിസ്സലാം എന്നുമുണ്ട്. പിന്നെ മറ്റൊരു റിവായത്തിൽ അവസാനമായി മരിക്കുന്നത് മലക്കുൽ മൗത്ത് ഇസ്രായേൽ അലൈഹിസ്സലാത്തു വസ്സലാം എന്നുമുണ്ട്. 2 അഭിപ്രായങ്ങളാണ്. ഏതായാലും അവസാനം മലക്കുൽ മൗത്തിനോട് അല്ലാഹു തആല ചോദിക്കും, ഇനി ആരാണ് ഭൂമിയിൽ ബാക്കിയുള്ളത്? ഉടനെ മലക്കുൽ മൗത്ത് ഇസ്രായേൽ അലൈഹിസ്സലാത്തു വസ്സലാം പറയുകയാ, അല്ലാഹുവേ, അബ്ദുകൽ ഫാനി, ഈ നശിച്ചു പോകുന്ന നിന്റെ ദാസൻ മാത്രമേ ഈ ദുനിയാവിലുള്ളൂ. ഉടനെ മലക്കുൽ മൗത്തിനോട് അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ കൽപ്പനയാണ്, ലാ ബുദ്ദ മിൻ മൗതിക യാ മലക്കൽ മൗത്ത്,
മലക്കുൽ മൗത്ത് നീ മരിക്കൽ അനിവാര്യമാ. അതുകൊണ്ട് മലക്കുൽ മൗത്തേ നീ മരിക്കണേ. മലക്കുൽ മൗത്തിന്റെ റൂഹ് എടുക്കുന്നത് ആരാണ്? മലക്കുൽ മൗത്ത് തന്നെയാണ്. അള്ളാഹ് പറഞ്ഞിട്ടാണ് ആത്മഹത്യ എന്ന് ധരിച്ചു പോകരുത്. ഒരാളുടെ സ്വന്തമായിട്ട് ഒരാൾ മരിക്കുമ്പോൾ ആത്മഹത്യ എന്നല്ലേ പറയാ? അപ്പൊ മലക്കുൽ മൗത്ത് എന്താ ചെയ്യാ? അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മലക്കുൽ മൗത്തിനോട് പറയുകയാണ്, ലാ ബുദ്ദ മിൻ മൗതിക യാ മലക്കുൽ മൗത്ത്, മലക്കുൽ മൗത്തേ നീ മരിക്കൽ അനിവാര്യമാണെന്ന് പറയുമ്പോ ഫയജീഉ മലക്കുൽ മൗത്ത് ഇലാ മൗളിഇൻ ബൈനൽ ജന്നതി വന്നാർ ثم ينزع روحه. സ്വർഗത്തിന്റെയും നരകത്തിന്റെയും ഇടയിലേക്ക് മലക്കുൽ മൗത്ത് അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്ന് നിൽക്കുകയോ തന്റെ ആത്മാവിനെ സ്വന്തമായി പിടിക്കുകയാണ്. ആ കഠിനമായ വേദനയാൽ മലക്കുൽ മൗത്ത് പൊട്ടിത്തെറിക്കുകയാ. ആ മലക്കുൽ മൗത്ത് പറയുകയാണ്, അല്ലാഹുവേ ഈ റൂഹിനെ പിടിക്കുമ്പോൾ എത്രത്തോളം കഠോരമായ വേദനയുണ്ടായിരുന്നുവെങ്കിൽ മാ ഖബൽതു അർവാഹൽ മുഅ്മിനീന ഇല്ലാ ബിർഫ്ഖി. മുഅ്മിനീങ്ങളുടെ ആത്മാവിനെ ഞാൻ വളരെ ലോലമായി മൃദുലമായി മാത്രമേ പിടിക്കുമായിരുന്നുള്ളൂ. അല്ലാഹ്, ഒരാത്മാവിനെ പിടിക്കുമ്പോൾ ഇത്രത്തോളം വേദനയുണ്ടോ റബ്ബേ? മരണത്തിന്റെ വേദന അത്രയും വലുതാണ്. നമുക്കിതൊന്നും അറിയില്ലല്ലോ. മനുഷ്യന്മാരിതൊന്നും ചിന്തിക്കുന്നില്ലല്ലോ. മരിക്കാൻ കിടക്കുമ്പോൾ ഇങ്ങനെ മിണ്ടാതെ കിടക്കുന്നു, ഐസിയുൽ കിടക്കുന്നു, ഇങ്ങനെ മിണ്ടാതെ കിടക്കുകയാണ്. പക്ഷെ സംഭവം എന്താ? മിണ്ടാതൊന്നും കിടക്കല്ല, മലക്കുകളുമായിട്ടുള്ള സംഭവം. അതാണ് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത്, ഇദാ കാന ഇബ്നു ആദമ ഫീ സിയാഖിൽ മൗത്ത് ബഅസ അല്ലാഹു ഇലൈഹി ഖംസതൻ മിനൽ മലായിക. ആദമിന്റെ മകൻ ഈ ദുനിയാവിൽ നിന്ന് യാത്ര പുറപ്പെടാൻ ഒരുങ്ങുമ്പോ, അവൻ ആഖിറത്തിലേക്ക് കാലെടുത്തു വെക്കാനുള്ള സമയമെത്തുമ്പോ, അവൻ മരണത്തോട് മല്ലടിക്കുന്ന വേളയിൽ ആശുപത്രിയുടെ കിടക്കയിലോ ഐസിയുവിലോ വീടിന്റെ മുറികളിലോ അവൻ ഉറങ്ങുന്ന സമയത്ത് ബഅസല്ലാഹു ഇലൈഹി ഖംസതൻ മിനൽ മലായിക, 5 മലക്കുകളെ അല്ലാഹു അവനിലേക്ക് നിയോഗിക്കുകയാണ്. 5 മലക്കുകൾ. ഒരാൾ മരിക്കാൻ കിടക്കുന്ന സമയത്ത് നല്ലപോലെ ശ്രദ്ധിച്ചു കേട്ടോണം. മരിക്കാൻ കിടക്കുന്ന സമയം അല്ലാഹു സുബ്ഹാനഹു വ തആല 5 മലക്കുകളെ അവനിലേക്ക് നിയോഗിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഫയഅതീൽ മലക്കുൽ അവ്വലു, ഒന്നാമത്തെ മലക്ക് വരുന്നത് വറൂഹുഹു ഫിൽ ഹുൽഖൂം, അവന്റെ ആത്മാവ് തൊണ്ടക്കുഴിയിലേക്ക് എത്തി നിൽക്കുമ്പോ ഒന്നാമത്തെ മലക്ക് അവന്റെ അരികിലേക്ക് കടന്നു വന്നുകൊണ്ട് ഫയുനാദീഹി, അവനോട് വിളിച്ചു ചോദിക്കുകയാണ്, യബ്ന ആദം, ആദമിന്റെ മോനെ, ഐന ബദനുകൽ ഖവീ വമാ അളഅഫഹുൽ യൗം, യബ്ന ആദം ഐന ലിസാനുകൽ ഫസീഹ് വമാ അസ്കതഹുൽ യൗം, യബ്ന ആദം ഐന അഹ്ലുക വഖറാബതുക വമാ ഔഹശക മിൻഹുമുൽ യൗം. ആദമിന്റെ മകൻ മരണത്തോട് മല്ലടിച്ചു കിടക്കുന്ന വേളയിൽ അവൻ ഇതാ 6 അടി മണ്ണിലേക്ക് പോവുകയാ. അവന്റെ അവസാനത്തെ സമയത്തിതാ ഒരു മലക്ക് അവന്റെ തൊണ്ടക്കുഴിയിലേക്ക് റൂഹ് പിടിച്ചു നിൽക്കുമ്പോ അവന്റെ അരികിലേക്ക് വന്നുകൊണ്ട് അവനോട് ചോദിക്കുന്ന 3 ചോദ്യമാണ്. അന്ത്യയാത്രയുടെ വിലാപം. 3 ചോദ്യം. ഒന്നാമത്തെ മലക്ക് വന്നിട്ട് അവനോട് ചോദിക്കുന്ന 3 ചോദ്യം. മറുപടി കണ്ടുപിടിച്ചോ? ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഫയഅതീഹിൽ മലക്കുൽ അവ്വലു, ഒന്നാമത്തെ മലക്ക് വന്നുകൊണ്ട് യുനാദീഹി, അവനോട് വിളിച്ചു പറയുകയാണ്, യബ്ന ആദം, ആദമിന്റെ മോനെ,
ഐന ബദനുകൽ ഖവീ, നിന്റെ ആരോഗ്യ ദൃഢഗാത്രമായ ശരീരം എവിടെ? നിന്റെ ഊർജ്ജസ്വലതയുള്ള ശരീരം എവിടെ? നിന്റെ ആരോഗ്യം എവിടെ? നിന്റെ യുവത്വം എവിടെ? വമാ അളഫഹുൽ യൗം, ഇന്നേ ദിവസം ആ ശരീരത്തെ അശക്തമാക്കി കളഞ്ഞത് ആരാണടോ? ഈ ദിവസത്തിൽ നിന്റെ നാവ് ചലിപ്പിക്കാൻ കഴിയുന്നില്ല, നിന്റെ ശരീരം അനക്കാൻ ചലിപ്പിക്കാൻ കഴിയുന്നില്ല. കൈയൊന്നുയർത്തണമെന്ന് ഡോക്ടർ വന്ന് നിന്നോട് പറയുമ്പോൾ അത് നിശ്ചലമായി കിടക്കുകയാണ്. നിന്റെ കരങ്ങൾ, നിന്റെ പാദങ്ങൾ ചലിപ്പിക്കാൻ കഴിയുന്നില്ല. ആദമിന്റെ മോനെ, നിന്റെ റൂഹ് തൊണ്ടക്കുഴിയിലല്ലേ, തൊണ്ടക്കുഴിയിലല്ലേ. വറൂഹുഹു ഫിൽ ഹുൽഖ്. എത്രയോ പേര് മരിക്കാറായി കിടക്കുമ്പോ ഡോക്ടർ വന്ന് അവിടെ കുത്ത ഇവിടെ കുത്ത എന്നുള്ള അല്ലാതെ മാഫി ഫായിദ. എന്താ ഫായിദ? കൈ അനക്കാൻ പറ്റൂല, കാലനക്കാൻ പറ്റില്ല. എന്നാലോ ഇവിടെ ആരായിരുന്നു? രാവിലെ ഷട്ടിൽ ബാറ്റ് കളിക്കുന്ന വ്യക്തിയാണ്, ഫുട്ബോൾ കളിക്കുന്ന വ്യക്തിയാണ്, രാവിലെ 6 കിലോമീറ്റർ ഓടുന്ന വ്യക്തിയാ, എല്ലാ കായിക അഭ്യാസങ്ങൾക്കും പ്രാവീണ്യം നേടിയ വ്യക്തിയാണ്. ആ വ്യക്തി മരിക്കാൻ കിടക്കുമ്പോ മലക്കുൽ മൗത്ത് വന്നവനോട് ചോദിക്കുന്ന ഒരു മലക്ക് വന്ന് ചോദിക്കുകയാണ്, യബ്ന ആദം, ആദമിന്റെ മോനെ, ഐന ബദനുകൽ ഖവി, എവിടെ നിന്റെ ആരോഗ്യമുള്ള ശരീരം? എന്താ മറുപടി പറയാ? കല്ലാ ഇദാ ബലഗതി തറാഖി വഖീല മൻ അറാഖ വظن أنه الفراق والتفت الساق بالساق إلى ربك يومئذ المساق فلا صدق ولا صلى ولكن كذب وتولى ثم ذهب إلى أهله يتمطى أولى لك فأولى ثم أولى لك فأولى. ഒരു മനുഷ്യന്റെ അന്ത്യമെടുക്കുന്ന സമയത്ത് അവന്റെ തൊണ്ടക്കുഴിയിലേക്ക് ആത്മാവ് എത്തി നിൽക്കുമ്പോ അവൻ നിലവിളിക്കുകയാണ്, പടച്ച തമ്പുരാനെ, ഞാനിപ്പോൾ മരിക്കുമല്ലോ, ആരെങ്കിലും എനിക്കൊന്ന് ഓതിത്തരുമോ, ഓതിത്തരുമോ? മന്ത്രി ചൂതാൻ. നബീന റസൂലുള്ളാഹി തങ്ങൾ പറയുന്നില്ലേ, മരിക്കാൻ കിടക്കുന്ന സഹോദരന്റെ അരികിൽ സൂറത്തുർ റഅദ് പാരായണം ചെയ്താൽ അവന്റെ സക്കറാത്തിന്റെ ഹാല് എളുപ്പമാകുമെന്ന് കമാ ഖാല റസൂലുള്ളാഹി. സൂറത്തുർ റഅദ്, സൂറത്ത് യാസീൻ, ലഖിനു മൗതാകും സൂറത്ത് യാസീൻ. മരിക്കാൻ കിടക്കുന്ന മനുഷ്യന്റെ അരികിൽ സൂറത്ത് യാസീൻ നിങ്ങൾ ഓതും, എളുപ്പമാകും, അവന് കുറച്ച് ആശ്വാസം കിട്ടും. ദാഹിച്ച് മരിക്കാൻ കിടക്കുന്ന മനുഷ്യനെ കുറച്ച് വെള്ളം കിട്ടുമ്പോൾ ഒരു ആശ്വാസം എന്നതുപോലെ റൂഹിനെ പിടിക്കാൻ മലക്കുകൾ വരുമ്പോൾ ആ രൂപം കാണുമ്പോൾ തന്നെ മനുഷ്യർ പേടിച്ചു പോകുമല്ലോ. മരിക്കാൻ കിടക്കുന്ന ആ ഒരു രംഗം അത്രത്തോളം വലുതാണ്, അത്രയ്ക്കും വേദനയാണ്. ബഹുമാനപ്പെട്ട മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു തആല അൻഹു മരണത്തോടടുത്ത സമയത്ത് ബക്കാ മുആദ് റളിയല്ലാഹു അൻഹു കരയുകയാ. ജനങ്ങൾ പോയി മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുകയാണ്, എന്താണ് നിങ്ങൾ കരയുന്നതിന്റെ യാഥാർത്ഥ്യം? നിങ്ങൾക്ക് മരണത്തെ പേടിയുണ്ടോ? നിങ്ങൾ മരിക്കാൻ ആഗ്രഹിക്കുന്നില്ലേ എന്ന് ചോദിച്ചപ്പോ മഹാനായ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, ഇന്നമാ ബകീ ലാ ഉഹിബ്ബു ബഖാഅൽ ആഖിറ ബഖാഅദ് ദുനിയാ വലാ ലിളംഇൽ ഹവാ ഈ ദുനിയാവിൽ കുറെ നാളുകൂടി ജീവിക്കണമെന്നുള്ള മോഹത്തിന്റെ പേരിലല്ല ഞാൻ കരയുന്നത്, കുറെ കൃഷി ഇറക്കാൻ വേണ്ടിയല്ല ഞാൻ കരയുന്നത്, കുറെ പാടശേഖരങ്ങൾ ഉണ്ടാക്കി കൃഷി ഇറക്കി ഇനിയും കൂടുതൽ നാള് ദുനിയാവിൽ ജീവിക്കാൻ വേണ്ടി കൊതിച്ചുകൊണ്ടല്ല ഞാൻ കരയുന്നത്. ഇന്നമാ അബ്കീ, ഞാൻ കരയുന്നതിന്റെ യാഥാർത്ഥ്യം, അല്ലാഹുവേ എന്റെ സമയം ഇതാ അസ്തമിച്ചു
അവസാനിച്ചു പോവുകയാണല്ലോ, ഞാനിതാ മരണപ്പെടാൻ പോവുകയാണല്ലോ. റബ്ബേ, എനിക്ക് നീ ദുനിയാവിലെ സാധുക്കളെ സഹായിക്കാൻ കഴിയുകയില്ലല്ലോ. അല്ലാഹുവേ, ദാഹിച്ചു വലയുന്ന മൃഗങ്ങൾക്ക്, ദാഹിച്ചു വലയുന്ന മനുഷ്യജീവികൾക്ക് അല്ലാഹുവേ ഒരു തുള്ളി വെള്ളം കൊടുത്തുകൊണ്ട് കുറെ നാളുകൂടി കൂടുതൽ നന്മകൾ ചെയ്തുകൊണ്ട് നിന്റെ തൃപ്തി കരസ്ഥമാക്കാൻ അതിനുള്ള അവസരം എനിക്ക് നഷ്ടപ്പെട്ടു പോവുകയാണല്ലോ നാഥാ. അതോർത്തുകൊണ്ട് ഞാൻ കരയുകയാണ്. വലാ ലിളമ്മിൽ ഹവാജിർ, സാധുക്കളെ സഹായിക്കാൻ കഴിയാത്തതിലുണ്ടാകുന്ന വിഷമം, പാവപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുത്ത് വയറ് നിറപ്പിക്കാൻ കഴിയാത്തതിലുണ്ടാകുന്ന വിഷമം, സാധുക്കളെ അവന് ഒന്ന് തലോടിക്കൊണ്ട് അവനൊരു സാന്ത്വനത്തിന്റെ വാക്ക് പകരാനുള്ള സമയം ഇതാ എന്നിൽ നിന്ന് നഷ്ടപ്പെട്ടു പോവുകയാണല്ലോ. ഇന്നേ ദിവസം ഞാൻ മരിച്ചു പോയാൽ ഇതുപോലുള്ള നന്മകൾ ചെയ്യാൻ എനിക്ക് കഴിയില്ലല്ലോ എന്നോർത്ത് കരയുകയാണല്ലോ. അതേപോലെ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു തആല എന്ന് പറയുകയാണ്, അല്ലാഹുവേ, എത്രയോ ദൂരത്ത് യാത്ര ചെയ്ത് ദീനിന്റെ സദസ്സുകളിൽ പങ്കാളിത്തം വഹിച്ചുകൊണ്ട് അല്ലാഹുവേ നിന്റെ പരിശുദ്ധമായ ഇൽമു പഠിക്കാനുള്ള അവസരം എനിക്ക് നഷ്ടപ്പെട്ടു പോവുകയാണല്ലോ നാഥാ. അതോർത്തുകൊണ്ടാണ് ഇന്നമാ അബ്കി. മഹാനായ മുആദ് ഇബ്നു ജബൽ. നമുക്ക് നമ്മുടെ നാട്ടിൽ വഅദ് നടക്കുമ്പോൾ പുരയിൽ നിന്ന് ഇറങ്ങി സദസ്സിലേക്ക് വരാൻ നമുക്ക് മടിയാണ്. പുരയിൽ ഇരുന്ന് കേൾക്കാം, അല്ലെങ്കിൽ ഓൺലൈനിലൂടെ കേൾക്കാം, അല്ലെങ്കിൽ ആരെങ്കിലൊക്കെ വാട്സപ്പിൽ ഇട്ട് കേൾക്കാം, അങ്ങനെ കേൾക്കാം. പുരയിൽ നിന്ന് ഇറങ്ങി വരാൻ നമുക്ക് പേടിയാണ്. 9:30 കഴിയണം. ചന്ദന മഴ കഴിഞ്ഞാലല്ലേ നമുക്ക് ഇറങ്ങാൻ പറ്റുള്ളൂ. എന്നാലേ ഓകടെ തലയിൽ മഴ പെയ്യുള്ളൂ. അല്ലാതെ റഹ്മത്തിന്റെ മഴ ഒന്നും പെയ്യില്ല. അദാബിന്റെ മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ അതിന്റെ മുന്നിൽ എങ്ങനെ കൂടിയിരിക്കുക, പിന്നെ അങ്ങനെ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റൂലല്ലോ. ബഹുമാനപ്പെട്ട മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു മരിക്കാറായി കിടന്ന സമയത്ത് എന്തിനാണ് കരയുന്നതെന്ന് ചോദിച്ചപ്പോ, എനിക്കിനി ദീന് കേൾക്കാൻ, വഅദ് കേൾക്കാൻ, പ്രഭാഷണ സദസ്സുകളിലേക്ക് ദൂരങ്ങൾ താണ്ടി യാത്ര ചെയ്ത് ഇൽമു കേൾക്കാനുള്ള അവസരം എനിക്ക് ഇന്നത്തെ ദിവസത്തോടു കൂടി നഷ്ടപ്പെട്ടു പോവുകയാണല്ലോ അല്ലാഹ്. അതോർത്ത് ഞാൻ കരയുകയാണ് പടച്ചവനെ. മനസ്സിലായില്ലേ? ഇൽമു കേൾക്കാൻ വരിക എന്ന് പറഞ്ഞാൽ കുറഞ്ഞ കാര്യം ഇത്. ഈ സദസ്സിൽ വന്നിരിക്കാന്ന് പറഞ്ഞാൽ ഈ സദസ്സിൽ വെച്ച് മരിച്ചാൽ സ്വർഗ്ഗമല്ലേ? കാരണം എന്താ? ഇൽമിന്റെ സദസ്സിലല്ലേ. ഇൽമിന്റെ സദസ്സിൽ അനാവശ്യ സംസാരം തന്നെ 30 വർഷത്തെ അമലുകൾ നഷ്ടപ്പെടുത്തുമെന്നാണ്. അൽ ഹദീസു ഇൻദ മജ്ലിസിൽ ഇൽം യുഹ്ബിതു അമല 30 സന. ആവശ്യമില്ലാത്ത അനാവശ്യ സംസാരങ്ങൾ ഇൽമിന്റെ സദസ്സിൽ ഇരുന്ന് സംസാരിച്ചാൽ അവന്റെ അമലുകൾ നഷ്ടപ്പെടുന്നതാണ്. അതിന്റെ അർത്ഥം എന്താ? ഇൽമിന്റെ സദസ്സ് സ്വർഗത്തിന്റെ പൂങ്കാവനമാണ്, സ്വർഗീയ ആരാമമാണ്, റൗളയാണ്. നബിതങ്ങൾ നമ്മളെ 2 റൗള പഠിപ്പിച്ചിട്ടുണ്ട് ഈ ഭൂലോകത്ത്. അതിൽ ഒരു റൗള മദീനയാണ്, മറ്റൊരു റൗള ഇൽമിന്റെ സദസ്സാണ്. ഇൽമിന്റെ സദസ്സിൽ വന്നിരിക്കും. ബക്കറ്റ് ഇപ്പോൾ എടുക്കാൻ തുടങ്ങി. അല്ലാണ്ട് ഇപ്പൊ നമ്മളിപ്പോ എന്താ പറയാ, ഇൽമിന്റെ സദസ്സുകൾ വ്യാപിക്കട്ടെ, ദീന് കേൾക്കട്ടെ, പഠിക്കട്ടെ, ഉമ്മത്തുകൾ മനസ്സിലാക്കട്ടെ. ദുനിയാവിന്റെ പിന്നാലെ മനുഷ്യൻ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ അല്പസ്വല്പം അവന്റെ മനസ്സിന് ഒരു ആർദ്രത നൽകുന്നത് ഈ പരിശുദ്ധമായ ഇൽമിന്റെ സദസ്സുകളാണ്. പരിശുദ്ധ ഖുർആനും ഹദീസും കേൾക്കുമ്പോൾ അവന്റെ മനസ്സിലൊരു കുളിർമയുണ്ടാകും. ഉണ്ടാകണം. മുഅ്മിനാണെങ്കിൽ ഉണ്ടാകും, മുനാഫിഖാണെങ്കിൽ ദേഷ്യം ഉണ്ടാകും, പകയുണ്ടാകും. അതിലേക്ക് വരാനും സദസ്സിൽ പങ്കെടുക്കാനും ഒരു മനസ്സിനൊരു താല്പര്യം ഉണ്ടാവൂല. അതാണ് എന്റെ അർത്ഥം. ശരി, വരി നമ്മുടെ വിഷയത്തിലേക്ക്. ബഹുമാനമുള്ള സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അതുകൊണ്ട് ഇൽമിന്റെ സദസ്സിൽ വന്ന് ദീൻ കേൾക്കൽ ഒരു വലിയ മഹത്തായ കാര്യമാണ്. മുആദ് റളിയല്ലാഹു അൻഹു വഫാത്തിന്റെ സമയത്ത് കരഞ്ഞതിന്റെ കാരണം അതാണ്. പടച്ചവനെ, എനിക്കിനി യാത്ര ചെയ്ത് ഇതുപോലുള്ള ദീനിന്റെ സദസ്സിൽ പങ്കാളിത്തം വഹിക്കാൻ കഴിയില്ലല്ലോ അല്ലാഹ്, അത് ഓർത്തിട്ടാണ് ഞാൻ കരയുന്നത് എന്ന് ബഹുമാനപ്പെട്ട മുആദ് റളിയല്ലാഹു തആല അൻഹു പേടിച്ച് കരയാണ്. ആഖിറത്തെ കുറച്ചു നാളുടെ ജീവിക്കാൻ. എന്തിന് ജീവിക്കുന്നത്? അമൽ ചെയ്യാൻ. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, മാ മിൻ മുഅ്മിനിൻ യമൂതു ഇല്ലാ നദിമാ. ഖീല യാ റസൂലല്ലാഹ് വമാ നദാമതുഹു യാ റസൂലല്ലാഹ്. ഒരു സത്യവിശ്വാസിയായ മനുഷ്യൻ ഈ ദുനിയാവിൽ നിന്ന് മരണപ്പെടുമ്പോ അദ്ദേഹം ഖേദിച്ചുകൊണ്ടല്ലാതെ മരണപ്പെടുകയില്ല എന്ന് ആദരവായ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞപ്പോ ഖാലൂ, സഹാബത്ത് ചോദിക്കുകയാണ്, വമാ നദാമതുഹു യാ റസൂലല്ലാഹ്. എന്താണ് ആ സത്യവിശ്വാസിയുടെ ആശങ്കയും, എന്താണ് ആ സത്യവിശ്വാസിയുടെ ദുഃഖവും, എന്താണ് ആ സത്യവിശ്വാസിയുടെ വിഷമവും ഒന്ന് അറിയിച്ചു തരുമോ നബിയേ? ഒരു സത്യവിശ്വാസി ദുനിയാവിൽ നിന്ന് മരിച്ചാൽ അദ്ദേഹം ഖേദിക്കാതെ മരിക്കയില്ല. എന്താണ് ഖേദം? നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, അല്ലാ യകൂന
കുറെ നാളുകൾ കൂടി ജീവിച്ച് അല്ലാഹുവേ നിനക്ക് വേണ്ടി സുജൂദുകൾ അധികരിപ്പിച്ചുകൊണ്ട് തസ്ബീഹുകൾ തദ്കീറുകൾ തഹ്ലീലുകൾ ചൊല്ലിക്കൊണ്ട് അല്ലാഹുവേ നിന്റെ തൃപ്തി കരസ്ഥമാക്കാൻ ഒരു അവസരം നഷ്ടപ്പെട്ടു പോയല്ലോ നാഥാ. അതോർത്തിട്ടാണ് കരയുന്നത്. അതാണ് ഒരു സത്യവിശ്വാസിയുടെ ആശങ്കയും വിഷമവും. കാരണം മരണപ്പെട്ടു പോകുമ്പോൾ കൂടുതൽ ഇബാദത്ത് എടുക്കാൻ കഴിയുന്നില്ല, അതിനുള്ള അവസരം നഷ്ടപ്പെട്ടു പോയി. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഖൈറുൻ നാസി മൻ ത്വാല ഉമറുഹു വഹസുന അമലുഹു വശർറുൻ നാസി മൻ ത്വാല ഉമറുഹു വസാഅ അമലുഹു കമാ ഖാല റസൂലുള്ളാഹി. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ജനങ്ങളിൽ ശ്രേഷ്ഠനാരാണ്, ജനങ്ങളിൽ ഉത്കൃഷ്ടനാരാണ്, ജനങ്ങളിൽ മഹോന്നതനാരാണ്? മണ്ണൊരുവനാണ് ത്വാല ഉമറുഹു, അവന് ആയുസ്സിൽ ദൈർഘ്യം ലഭിച്ചു, വഹസുന അമലുഹു, കൂടുതൽ നാൾ ജീവിക്കാൻ ഒരു ഭാഗ്യം അല്ലാഹു തആല നൽകി. ആ ദീർഘനാൾ ജീവിതത്തിൽ ഹസുന അമലുഹു, അവന്റെ അമല് അല്ലാഹുക്ക് ഇഷ്ടപ്പെട്ട അവസ്ഥയിലേക്ക് അവൻ നന്നാക്കി കൊണ്ടുവന്നു. അവനാണ് ജനങ്ങളിൽ ശ്രേഷ്ഠൻ. 90 വയസ്സ് വരെ ജീവിക്കാൻ ഭാഗ്യം കിട്ടിയാൽ ഈ 90 വയസ്സ് വരെ അവൻ നമസ്കരിക്കാനും ഇബാദത്ത് എടുക്കാനും ഒരു ഭാഗ്യം കിട്ടി. 60 വയസ്സ് വരെ ജീവിക്കാൻ ഒരു ഭാഗ്യം കിട്ടിയാൽ ഈ 60 വയസ്സ് വരെ ഇബാദത്ത് എടുക്കാൻ ഒരു ഭാഗ്യം കിട്ടി. 40 വയസ്സ് വരെ ജീവിക്കാൻ ഒരു തൗഫീഖ് കിട്ടിയാൽ ഈ 40 വയസ്സ് വരെയും 40 വർഷങ്ങൾ വരെയും ഇബാദത്ത് എടുത്തുകൊണ്ട് അല്ലാഹുവിന്റെ പൊരുത്തം കരസ്ഥമാക്കാൻ, നമസ്കാരത്തിൽ വ്യാപൃതനാകാൻ, സുന്നത്ത് നോമ്പെടുക്കാൻ, ഫർള് നോമ്പെടുക്കാൻ, ഹജ്ജ് ചെയ്യാൻ, ഉംറ ചെയ്യാൻ, സിയാറത്ത് ചെയ്യാൻ, ഇതിനുള്ള ഒരു അവസരം അവന് ലഭിച്ചതിലുള്ള സന്തോഷമാണ് അവനെ അല്ലാഹുവിലേക്ക് അടുപ്പിക്കാൻ ഒരു കാരണം. അതുകൊണ്ടാണ് അവൻ ശ്രേഷ്ഠൻ എന്ന് നബിയുനാ റസൂലുള്ളാഹി. അപ്പൊ കൂടുതൽ വയസ്സ് കിട്ടിയാൽ ആ കൂടുതൽ വയസ്സ് കൊണ്ട് എന്ത് ചെയ്യണം? കൂടുതൽ പണം ഉണ്ടാക്കാനല്ല, കൂടുതൽ ഇബാദത്ത് എടുക്കണം. അവനാണ് ശ്രേഷ്ഠൻ, അവനാണ് ശ്രേഷ്ഠൻ. എന്നിട്ട് മോശമായ മനുഷ്യനാരാണ്? വശർറുന്നാസി മൻ ത്വാല ഉമറുഹു വസാഅ അമലുഹു. ഒരാൾക്ക് 70 വയസ്സ് വരെ ജീവിക്കാൻ അവസരം കിട്ടി, 60 വയസ്സ് വരെ ജീവിക്കാൻ, 50 വയസ്സ് വരെ, 40 വയസ്സ് വരെ, 37 വയസ്സ് വരെ, 27 വയസ്സ് വരെ ജീവിക്കാൻ അവസരം ലഭിച്ചിട്ട് ആ 27, 40, 50, 60, 90 വയസ്സ് വരെ വസാഅ അമലുഹു, അവന്റെ അമലുകൾ മുഴുവനും നശിപ്പിച്ചു കളഞ്ഞവനാണ് ദുനിയാവിൽ ഏറ്റവും മോശപ്പെട്ടവനെന്ന് നബിയുനാ റസൂലുള്ളാഹി. നികൃഷ്ടൻ, ദുഷ്ടൻ, അഹങ്കാരി, തെമ്മാടി ആരാണ്? ദുനിയാവിൽ കൂടുതൽ നാൾ ജീവിക്കാൻ അവസരം കിട്ടിയിട്ട് നമസ്കാരമില്ല, നോമ്പില്ല, ഇബാദത്തില്ല, അല്ലാഹുമായി യാതൊരു ബന്ധമില്ലാതെ വെറും കാഫിറിനെ കവച്ചു വെക്കുന്ന തരത്തിലുള്ള ജീവിതമാണ് ഒരാൾ നയിച്ചു മരിക്കുന്നതെങ്കിൽ അവനാണ് ഏറ്റവും മോശമായവനെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഇതൊക്കെ ഇവ മനസ്സിലാക്കുന്നത് എപ്പോഴാണ്? വറൂഹുഹു ഫിൽ ഹുൽഖൂം, തൊണ്ടക്കുഴിയിൽ ഇവന്റെ ആത്മാവ് എത്തി നിൽക്കുന്ന സമയത്ത് മലക്കുൽ മൗത്ത്, ആ മലക്ക് വന്നുകൊണ്ട് ഇവനോട് ചോദിക്കുന്ന ചോദ്യം, ഒന്നാമത്തെ ചോദ്യം, ഐന ബദനുകൽ ഖവീ, ഐന ബദനുകൽ ഖവീ വമാ അളഅഫഹുൽ യൗം. എവിടെ നിന്റെ ആരോഗ്യം? എവിടെ നിന്റെ ആരോഗ്യം? എവിടെ? രാവിലെ ജിംനേഷ്യത്തിൽ പോയി 2-3 മണിക്കൂറുകളോളം ശരീരത്തെ മെരുക്കിയെടുക്കുന്നവനെ, ശരീരത്തിൽ മസിൽ പവർ ഉണ്ടാക്കിയെടുക്കുന്നവനെ, ഭക്ഷണങ്ങൾ ക്രമീകരണം വരുത്തുന്ന സഹോദരാ, ദിവസങ്ങളിൽ എത്രയോ കിലോമീറ്ററുകൾ നീ ഓടാറുണ്ടല്ലോ. ഏ മനുഷ്യ, നിന്റെ മരണത്തിന്റെ സമയമെത്തുമ്പോ ഈ ശരീരമെല്ലാം തകർന്നു പോവുകയാണ്. ആ മലക്ക് വന്ന് നിന്നോട് ചോദിക്കുകയാണ്, സോദരാ, ഐന ബദനുകൽ ഖവീ വമാ ലഫഹുൽ യൗം. പോയില്ലേ? തീർന്നില്ലേ? എവിടെയാ ശരീരം? തകർന്നു പോയി. ഈ വിനീതൻ ഇന്ന് വാളിന് വേണ്ടി വരുമ്പോൾ ഒരു സഹോദരൻ തലശ്ശേരിയിൽ നിന്ന് വിളിക്കുകയാണ്. എന്താണ് കാരണമെന്ന് ദുആ ചെയ്യണേ ഉസ്താദേ. കാരണം എന്താണ്? ദുബായിൽ ബഹുമാനമുള്ള സഹോദരങ്ങളെ 28 വർഷത്തോളം പ്രവാസ ജീവിതം അനുഭവിച്ച സഹോദരനാണ്. നാളത്തെ ദിവസത്തിൽ പ്രവാസ ജീവിതം നിർത്തിയിട്ട് ഇനി നാട്ടിൽ റെസ്റ്റ് എടുക്കാൻ വേണ്ടി അദ്ദേഹം എക്സിറ്റ് അടിച്ച് ടിക്കറ്റ് എടുത്ത് നാളെ രാവിലെ ഫ്ലൈറ്റിന് വരാൻ തീരുമാനിച്ചിരിക്കെ, ഇന്നാലില്ലാ
നാളെ നേരം വെളുക്കുമ്പോൾ അദ്ദേഹത്തിന്റെ മയ്യത്താണ് തലശ്ശേരിയിലേക്ക് വരിക. 28 വർഷം ഗൾഫിൽ ജോലി ചെയ്തു. റെസ്റ്റ് എടുക്കാൻ പനി മതി, പണി നിർത്തി, എല്ലാം നിർത്തി, എക്സിറ്റ് അടിച്ചു, ടിക്കറ്റ് എടുത്തു വെച്ചു, രാവിലത്തെ ഫ്ലൈറ്റ്. പക്ഷെ ജീവനുള്ള ശരീരം അല്ല വരുന്നത്, മയ്യത്താണ് വരുന്നത്. അള്ളാന്റെ തർത്തീബ് എങ്ങനെയുണ്ട്? ഇനി കുറച്ചുനാൾ റെസ്റ്റ്, കുറച്ചുനാളല്ല, കാലാകാലം റെസ്റ്റ്. ഇനി ഖിയാമത്ത് നാൾ വരെ നിങ്ങൾക്ക് റെസ്റ്റാണ്, ഖബറിലാണ് നിങ്ങളുടെ ജീവിതം. മനുഷ്യന്റെ അവസ്ഥ ഇതല്ലേ? മനുഷ്യന്റെ അവസ്ഥ ഇതല്ലേ? എത്ര വലിയ ആരോഗ്യമുള്ളവനാണെങ്കിൽ തന്നെ എന്റെ മഹല്ലത്തിനോടടുത്ത തൊട്ടടുത്ത സഹോദരൻ, അമുസ്ലിമായ ഒരു സഹോദരൻ, 40 വയസ്സ് മാത്രം പ്രായമുള്ള സഹോദരൻ, ഭയങ്കര കായികാഭ്യാസിയാണ്, ജിംനേഷ്യം നടത്തുന്ന വ്യക്തിയാണ്, നീന്തൽ താരമാണ്, എല്ലാ നിലയ്ക്കുമുള്ള കുൻഫു കരാട്ടയുടെ മാസ്റ്ററാണ്. 40 വയസ്സ് ചെറുപ്പക്കാരൻ. ഏറ്റവും വലിയ പ്രാക്ടീസാണ്, ഏറ്റവും വലിയ എക്സർസൈസ് ആണ് ഈ പറയപ്പെട്ട സംഭവങ്ങളെല്ലാം. എക്സർസൈസ്, കുൻഫു കരാട്ട ഏറ്റവും വലിയ എക്സർസൈസ് ആണ്. നീന്തൽ ഏറ്റവും വലിയ എക്സർസൈസ് ആണ്. ഇത്രത്തോളം എക്സർസൈസ് ചെയ്ത് ഇത്രത്തോളം നല്ല ശരീരത്തെ മെരുക്കിയെടുത്ത ഈ മനുഷ്യൻ ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് അറ്റാക്ക് വന്ന് വീണ് മരിക്കുകയാണ്. ഒരു 2, 3, 4 മാസമായതേ അറ്റാക്ക് വന്ന് പെട്ടെന്ന് വീട് മരിച്ചു. ആലോചിച്ചു. ഇന്നലെയും പത്രത്തിൽ കണ്ടു, പ്രഭാത സവാരി നടത്തുന്നതിനിടെ തളർന്നു വീണു മരണപ്പെട്ടു. പ്രഭാത സവാരി നടത്തുന്നത് എന്തിനാണ്? പ്രഭാത സവാരി നടത്തുന്നത് എന്തിനാണ്? കുറച്ചുകൂടെ നാളെ ജീവിക്കാൻ വേണ്ടിയാണ് പ്രഭാത സവാരി നടത്തുന്നത്. സഹോദര, ഇല്ല. ലാ യുഅഖിറുല്ലാഹു നഫ്സൻ ഇദാ ജാഅ അജലുഹാ വലൻ യുഅഖിറല്ലാഹു നഫ്സൻ ഇദാ ജാഅ അജലുഹാ. ഒരാളുടെ അജലത്ത് കഴിഞ്ഞാൽ അള്ളാഹു അല്പം പോലും പിന്തിക്കുകയില്ല. അതെത്ര ഓടിയാലും ശരി, അതെത്ര എക്സർസൈസ് ചെയ്താലും ശരി, അതെത്ര ഭക്ഷണം കുറച്ചാലും ശരി, അതെത്ര നാൾ നീ പട്ടിണി കിടന്നാലും ശരി, അതെത്ര നീ ചികിത്സിച്ചാലും ശരി, ആലമുൽ അർവാഹിൽ വെച്ച് ഒരു മനുഷ്യൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ വയസ്സ് നിർണയിച്ചിട്ടുണ്ട്. ആ സമയം എത്തിക്കഴിഞ്ഞാൽ ഒരല്പം പോലും അല്ലാഹു മുന്തിക്കുകയുമില്ല, അല്ലാഹു പിന്തിക്കുകയുമില്ല. ഉള്ള സമയം ഓടാതെ ചാടാതെ വെറുതെ ആവശ്യമില്ലാതെ കായികാഭ്യാസം കാണിക്കാതെ ഇബാദത്തെടുക്ക്, ദിക്ർ ചൊല്ല്, സുന്നത്ത് നമസ്കരിക്ക്, സുന്നത്ത് നോമ്പെട്, സദഖ ചെയ്യ്, നന്മ ചെയ്യ്. ഒരുപാട് നന്മകൾ വാരിക്കോരി കൂട്ടിയിട്ട് മരിക്കാൻ തയ്യാറാകുക. കാരണം എന്താണ്? ഈ ശരീരത്തെ കുറിച്ചാണ് നാളെ ആദ്യം ചോദ്യം ഉണ്ടാവുക. ഈ ശരീരം നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഇന്ന അവ്വല മാ യുസ്അലുൽ അബ്ദു യൗമൽ ഖിയാമ മിനൻ നഈം. ആദ്യമായി നാളെ മഹ്ശറിൽ ഒരു മനുഷ്യന്റെ ആരോഗ്യത്തെ കുറിച്ചാണ് പടച്ചവൻ ചോദിക്കുക. ഫയുഖാലു, അവനോട് ചോദിക്കപ്പെടുകയാണ്, അലം നുസഹി ജിസ്മക് വനുറൗക മിനൽ മാഇൽ ബാരിദ്. നിനക്ക് നാം ആരോഗ്യം നൽകിയില്ലേ? നിനക്ക് നാം സമ്പത്ത് നൽകിയില്ലേ? നിനക്ക് നാം തണുത്ത വെള്ളം കുടിക്കാൻ നൽകിയില്ലേ? അതിന് മറുപടി പറ. നിങ്ങൾ എന്താ ധരിച്ചത്? അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ കുടിക്കുന്ന വെള്ളത്തിനൊന്നും ഹിസാബില്ലാതോ? നേപ്പാളിൽ ഒരു ബോട്ടിൽ വെള്ളത്തിന് 300 രൂപ. എത്ര വലിയ ഹിസാബാണ്! വിദേശത്തേക്ക് പോയാൽ നമ്മളിവിടെ 2 രൂപ മുടക്കുമ്പോ അവിടെ എത്രയോ രൂപയാണ് നമുക്ക് അവിടെ ചെലവ് വരുന്നത് ഒരു ഗ്ലാസ് വെള്ളത്തിന്. ലക്ഷക്കണക്കിന് രൂപകൾ ചെലവ് ചെയ്താണ് വെള്ളം വാങ്ങുന്നത്. വെള്ളത്തിന് വേണ്ടി എത്രയോ ലക്ഷം രൂപ ചെലവാക്കുന്നു. നമ്മുടെ നാട്ടിൽ തന്നെ എത്രയോ ലക്ഷം ഗവൺമെന്റിന് കൊടുക്കണം വെള്ളത്തിന് വേണ്ടിയുള്ള പൈസ. ദുനിയാവിൽ ഹിസാബുണ്ട്. ദുനിയാവിൽ ഹിസാബ് ഉണ്ടെങ്കിൽ ആഖിറത്തിലെ ഹിസാബ് എത്ര വലുതായിരിക്കും. നടന്നുകൊണ്ട് വെള്ളം കുടിക്കുമ്പോ അര ഗ്ലാസ് വെള്ളം കുടിച്ചിട്ട് ഗ്ലാസ്സിൽ വെച്ചിട്ട് പകുതി വലിച്ചെറിയുമ്പോ, കല്യാണ ദിവസത്തിൽ വെള്ളം വേസ്റ്റ് ആക്കി പാഴാക്കി കളയുമ്പോ, ഇടത് കൈ കൊണ്ട് വെള്ളം കുടിക്കുമ്പോ, ഇതെല്ലാം ഓർക്കണം നാളെ റബ്ബിന്റെ മുന്നിൽ ഹിസാബാൻ. നിന്റെ ക്ഷീണവും നിന്റെ ദാഹവും അകറ്റുന്നതിന് വേണ്ടി നിനക്ക് നാം തണുത്ത വെള്ളം നൽകിയില്ലേ? ആ തണുത്ത വെള്ളത്തിന് ആദമിന്റെ മോനെ മറുപടി പറയാതെ നിന്റെ പാദം ചലിപ്പിക്കാൻ നാളെ കഴിയില്ല. ഇവിടെ ആരെങ്കിലും ചോദിക്കാനുണ്ടോ? നിന്നിട്ട് കുടിക്കുക, നടന്നിട്ട് കുടിക്കുക, തുള്ളിച്ചാടി കുടിക്കുക, ഇങ്ങനെ കറങ്ങി കുടിക്കുക, എന്തൊക്കെ കുടിയോടെ കുടി, മുടിഞ്ഞ കുടി. ഹിസാബുണ്ടോ? ആർക്ക് ഹിസാബ്? എന്ത് ഹിസാബ്? ബോട്ടിൽ വെള്ളം വാങ്ങി അങ്ങോട്ട് അസാക്കല്ലേ?
വലിച്ചെറിയല്ലേ, ഇഷ്ടം പോലെ കുട്ടികൾ തട്ടിക്കളിക്കല്ലേ, വെള്ളം തട്ടിക്കളയല്ലേ. ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് കുടിക്കാൻ എടുത്ത് വെച്ചിട്ട് അര ഗ്ലാസ് കുടിച്ചിട്ട് അര ഗ്ലാസ് വെറുതെ നീ ഒഴിച്ചു കളഞ്ഞാൽ അര ഗ്ലാസ് വെള്ളത്തിന്റെ പേരിൽ നാളെ റബ്ബിന്റെ മുന്നിൽ നീ ഹിസാബ് പറയണം, ഹിസാബ് പറയണം. വെറുതെ ഒന്നുമല്ല, കളിയൊന്നുമല്ല, തമാശയല്ല. ദീനെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടാനുസരിച്ച് എന്ത് നടക്കാം, അതനുസരിച്ച് നാളെ അള്ളാഹ് അങ്ങോട്ട് കണ്ണടയ്ക്കുന്നു. ഇല്ല, റബ്ബ് വിടൂല. അതാണ് ചോദിക്കുന്നത്. എത്ര പേരായിരുന്നു നിനക്ക് സപ്പോർട്ട് ചെയ്യാൻ? നീ ഗ്രൂപ്പിന്റെ അഡ്മിൻ ആയിരുന്നില്ലേ? നീ ഗ്രൂപ്പിന്റെ നേതാവായിരുന്നില്ലേ? എത്ര പേരാണ് നിനക്ക് സപ്പോർട്ട് ചെയ്യാൻ? എവിടെ അവർ? എവിടെ അവർ? നിന്റെ ആരോഗ്യം എവിടെ? നീ മുഷ്ടി ചുരുട്ടി ജനങ്ങളെ കീഴ്പ്പെടുത്തിയവനായിരുന്നല്ലോ. കരാട്ടാഭ്യാസത്തിലൂടെ എത്ര പേരെ തകർത്തെറിഞ്ഞവനാണ്, കീഴ്പ്പെടുത്തിയവനാണ്. എവിടെ ആ ശരീരം? എവിടെ ആ ആരോഗ്യം? നിന്നെ ബലഹീനതയിലേക്ക് എത്തിച്ച വസ്തുത ഏതാണ്? മലക്കുൽ മൗത്ത്. ഒന്നാമത്തെ ചോദ്യം, മറുപടി കണ്ടെത്തിക്കോ. രണ്ടാമതായി മലക്ക് ചോദിക്കുന്നു, ആദമിന്റെ മോനെ, ഐന ലിസാനുകൽ ഫസീഹ് വമാ അളഫഹുൽ യൗം വമാ അസ്കതഹുൽ യൗം. ആദമിന്റെ മകനെ, നിന്റെ നാവ് എവിടെ? ഈ നാവിന്റെ വാക്ചാതുര്യത എവിടെ? ഈ നാവ് കൊണ്ട് ജനങ്ങളെ നീ ആക്ഷേപിച്ചവനല്ലേ? അസഭ്യ വർഷം ചൊരിഞ്ഞവനല്ലേ? ഗീബത്ത്, നമീമത്ത്, ദൂഷണം, ഭീഷണി പറഞ്ഞവനല്ലേ? ആദമിന്റെ മോനെ, വമാ അസ്കതഹുൽ യൗം. ആ നാവിനെ അശക്തമാക്കി കളഞ്ഞ വസ്തുതേതാ? മരണത്തോടെടുക്കുന്ന സമയത്ത് മലക്കിന്റെ രണ്ടാമത്തെ ചോദ്യമാണ്. നാവ് ചലിപ്പിക്കാൻ കഴിയുന്നില്ല. ഉപ്പാ 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 കുട്ടികൾ വിളിക്കുന്നു. തല വേണമെങ്കിൽ അട്ടും, നാക്ക് ചലിപ്പിക്കാൻ കഴിയുന്നില്ല. ആരായിരുന്നു നിങ്ങൾ? നിങ്ങളുടെ നാവ് എന്തായിരുന്നു? അയൽവക്കക്കാരെ തെറി പറഞ്ഞിരുന്നു, നാട്ടുകാരെ തെറി പറഞ്ഞിരുന്നു, കുടുംബത്തിലുള്ളവരെ ആക്ഷേപിച്ചിരുന്നു, നിന്റെ സമുദായത്തിലെ മക്കളെ ആക്ഷേപിച്ചവനാണ് നീ. നീ മരിക്കാറായി കിടക്കുന്നു. എവിടെ നിന്റെ നാവ്? ഐന ലിസാനുകൽ ഫസീഹ്. നിന്റെ നാവ് എവിടെ? നാവെന്തേ? വമാ അസ്കതഹുൽ യൗം. ആരാണ് ആ നാവ് നിശ്ചലമാക്കി കളഞ്ഞത്, അശക്തമാക്കി കളഞ്ഞത്? ആരാണ് ആ നാവ് നിശബ്ദമാക്കി കളഞ്ഞത്? പറയൂ ആദമിന്റെ മോനെ, പറയൂ. വെറുതെ ആവശ്യമില്ലാതെ നമ്മുടെ നാവ് കൊണ്ട് ആരെക്കുറിച്ചോ അനാവശ്യങ്ങൾ പറയരുത്, ആവശ്യമില്ലാത്തത് സംസാരിക്കരുത്. ഗീബത്ത്, നമീമത്ത്, ഫനായും ഫിത്നായും ഫസാദിനും കൂട്ടുനിൽക്കരുത്. അങ്ങനെ നിന്നുപോയാൽ പടച്ചവും വിടൂല. ലാസ്റ്റ് ഘട്ടത്തിൽ നാവിനെ കുറിച്ചായിരിക്കും ചോദ്യം. ഒരു സഹാബി അല്ലാഹുവിന്റെ റസൂലിന്റെ സവിധത്തിലേക്ക് കടന്നു വരികയാണ്. فقال يا رسول الله, അല്ലാഹുവിന്റെ റസൂലേ, ഔസിനി, എനിക്കൊരു ഉപദേശം നൽകുമോ നബിയേ? അല്ലാഹുവിന്റെ റസൂലിനോട് ഒരു സഹാബി ചോദിക്കുന്ന ചോദ്യമാണ്, എനിക്കൊരു വാക്ക് പറഞ്ഞു തരുമോ നബിയേ? എന്നെ ഒന്ന് ഉപദേശിക്കുമോ ഹബീബേ? ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നാവ് നീട്ടിപ്പിടിച്ച് അതിൽ പിടിച്ചുകൊണ്ട് പറയുകയാ, കുഫ അൻക ഹാദാ. ഈ നാവ് നീ സൂക്ഷിച്ചാൽ മതി, നീ രക്ഷപ്പെടാം നാളെ. ഞാൻ പിടിച്ചു. നാവ് നീട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, കുഫ അൻക ഹാദാ. ഈ നാവ് നീ സൂക്ഷിച്ചോ, ഈ നാവ് സൂക്ഷിച്ചോ. കാരണം എന്താണ്? ജനങ്ങളെ മുഖം കുത്തപ്പെട്ട നിലയിൽ നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടുന്നത് ഇല്ലാ ഹസായിദു അൽസിനതിഹിം. അവരുടെ നാവ് കൊയ്തെടുത്ത പാപമാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. നാവ് കൊയ്തെടുത്ത പാപമാണ്, നാവ് കൊയ്തെടുത്ത പാപമാണ് അവരെ നാളെ നരകത്തിലേക്ക് വലിച്ചെറിയുന്നത്. അതുകൊണ്ട് ആ നാവ് നിങ്ങൾ സൂക്ഷിച്ചോ. നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞ വാക്കാണ്. ഏറ്റവും നല്ല കാര്യം. മരിക്കാറായി കിടക്കുന്ന മനുഷ്യൻ, ആ മരണം നന്നാവണോ? റാഹത്തായ രീതിയിൽ കലിമ ചൊല്ലി മരിക്കണോ? അല്ലാഹുവിന്റെ റസൂലിന്റെ സഹാബാക്കളിൽപ്പെട്ട ഒരു വ്യക്തി മരിച്ചു കിടക്കുമ്പോ ബഹുമാനപ്പെട്ട നബി തങ്ങൾ ആ മയ്യത്തിന്റെ അരികിലിരിപ്പുണ്ട്. ഒരു സഹാബി കടന്നു വന്നുകൊണ്ട് പറയുകയാണ്, അബ്ശിർ ബിൽ ജന്നതി യാ റസൂലല്ലാഹ്. അല്ലാഹുവിന്റെ റസൂലേ, ഈ മയ്യത്ത് സ്വർഗ്ഗത്തിലാണെന്ന് പറയൂ നബിയേ. നമ്മളൊക്കെ ഓരോ മയ്യത്ത് കാണുമ്പോൾ പറയാറുണ്ട്, ഓൻ കിടക്കുന്നുണ്ട, ചിരിച്ചു കിടക്ക, ഓ സ്വർഗത്തിലാട്ടോ. ഇയാളാരാ? മലക്കുൽ മൗത്താ. ഓൻ സ്വർഗത്തിലാന്ന് പറയാൻ ഓന്റെ കിടത്ത കണ്ടാലേ ആ ചിരിച്ചു കിടക്കാണ്. അവന്റെ കിടത്ത ചിരിച്ചു കിടക്കുന്ന കണ്ടാണ് സ്വർഗത്തിൽ പോകുന്നതിന്റെ അർത്ഥം.
ആർക്കറിയാം അങ്ങനെ മരിച്ചാൽ എങ്ങനെ സ്വർഗത്തിൽ പോകുന്നുള്ളതൊക്കെ? അവനും മലക്കുകളുമായിട്ടുള്ള ബന്ധമല്ലേ? ആരറിയുന്നു? ചില പയ്യത്തിനെ കുറിച്ച് നമ്മൾ പറയാറുണ്ട്, ഓ നല്ല ഉറങ്ങിക്കിടക്കുന്നത് പോലെ ഇല്ലേ. ഇതേ സഹാബി തന്നെ നബി തങ്ങളുടെ അരികിലേക്ക് വന്നിട്ട് പറയാം, നബിയെ ഈ സഹാബിക്ക് സ്വർഗം കൊണ്ട് സന്തോഷ വർത്തമാനം അറിയിക്കൂ നബിയെ. ആദരവായ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാ, ഇന്നക ലാ തദ്രി ഫലഅല്ലഹു അൻ യതകല്ലമ ഫീമാ ലാ യഅനി. അങ്ങനെ നീ പറയരുതേ, അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഈ നാവ് കൊണ്ട് ആവശ്യമില്ലാത്ത വാക്കുകൾ സംസാരിച്ച വ്യക്തിയായിരിക്കാം. അനാവശ്യ സംസാരങ്ങൾ നടത്തിയവന്റെ ആഖിബത്ത് മോശമാണ്. അനാവശ്യ സംസാരങ്ങൾ പ്രചരിപ്പിച്ചവന്റെ ആഖിബത്ത് മോശമാണ്. അസഭ്യവർഷം ചൊരിയുന്നവന്റെ ആഖിബത്ത് മോശമാണ്. ദൂഷണവും ഏഷണിയും ഗീബത്തും നമീമത്തുമായി ചുറ്റിത്തിരിയുന്നവരെ അവന്റെ അന്ത്യം മോശമാണ്, അന്ത്യം മോശമാണ്. കരുതിയിരിക്കണേ ഇല്ല അയ്യതൂബ ഇലല്ലാഹി അസ്സ വജല്ല. അല്ലാഹുവിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങിയാലല്ലാതെ അവന്റെ നാവ് കൊയ്തെടുത്ത പാപത്തിന്റെ കാരണത്താൽ അവന്റെ അന്ത്യം മോശമാകുമെന്ന് കമാ ഖാല റസൂലുള്ളാഹി. അല്ലാഹു റസൂൽ പറഞ്ഞ വാക്കാണ്. ഐന ലിസാനുകൽ ഫസീഹ്. എവിടെ നിന്റെ നാവ്? മലക്ക് ചോദിക്കുക, എവിടെ നിന്റെ നാവ്? ആരെക്കുറിച്ച് ഗീബത്തിന്? റമളാൻ മാസം വരുന്നുണ്ടല്ലോ, സമയമൊക്കെ ഇഷ്ടം പോലെ ഉണ്ടല്ലോ. മറ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബിഖൗമിൻ, ഒരു വിഭാഗത്തിന്റെ അരികിലൂടെ നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ നടന്നു പോകുമ്പോ ഖാല ലഹും അല്ലാഹുവിന്റെ റസൂൽ ആ സഹാബാക്കളോട് പറയുകയാണ്, തഖല്ലലൂ നിങ്ങളുടെ പല്ലുകൾ നിങ്ങൾ കുത്തേണമേ എന്ന് നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ ആ സഹാബത്തിനോട് പറഞ്ഞപ്പോ ഖാലൂ, ആ സഹാബാക്കൾ പറയുകയാ, വല്ലാഹി മാ തഅംനൽ യൗമ തആമാ, ഇന്നേ ദിവസത്തിൽ അല്ലാഹുവാണ് സത്യം, ഞങ്ങൾ ഭക്ഷണം കഴിച്ചിട്ടില്ല നബിയെ, ഭക്ഷണം കഴിച്ചിട്ടില്ല നബിയെ എന്ന് അല്ലാഹുവിന്റെ റസൂലിനോട് ആ സ്വഹാബത്ത് പറഞ്ഞപ്പോ ആദരവായ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞ മറുപടി എന്തെന്ന് കേൾക്കണ്ടേ? ഇന്നീല അറാ ലഹമ ഫുലാനിൻ ബൈന ഫനായാകും, ഇന്ന വ്യക്തിയുടെ മാംസം നിങ്ങളുടെ പല്ലുകൾക്കിടയിൽ ഇരിക്കുന്നത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കാണുന്നു സ്വഹാബത്തെ. അതുകൊണ്ടാണ് തഖല്ലലോ, ആ പല്ലുകൾക്കിടയിലുള്ള മാംസങ്ങൾ നിങ്ങൾ കുത്തിക്കളയണമേ എന്ന് ആദരവായ ഹബീബായ ഷഫിയായ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത്. മനസ്സിലായോ? നിങ്ങളുടെ പല്ലുകൾക്കിടയിൽ ഇന്നാരിന്റെ പിത്തിന ഇറച്ചി പച്ച മാംസം തിന്നത് നിങ്ങളുടെ പല്ലുകൾക്കിടയിൽ ഞാൻ കാണുന്നു, അത് കുത്തിക്കള. തഖല്ലലൂ, അല്ലാതെ അൽഫാമ് തിന്നിട്ട് കുത്തിക്കളയാനല്ല നബി തങ്ങൾ പറഞ്ഞത്. മനസ്സിലാക്കണം. ഷവർമ തിന്നിട്ട് കുത്തിക്കളയാനല്ല പറഞ്ഞത്. വെറുതെ പള്ളിയുടെ കോലായിൽ വട്ടം കൂടി ഇരുന്നിട്ട് ആരാന്റെ വനായും പിത്തനായും ഗീബത്തും നമീമത്തും ഫസാദും പറഞ്ഞിട്ട് നിന്റെ പല്ലിന്റെ ഉള്ളിൽ അവന്റെ പച്ചമാംസമാണ്, ആ പച്ചമാംസമാണ്. ആ നാവ് കൊണ്ടല്ല നീ അത് പറഞ്ഞത്. ആ നാവ് അശക്തമായി പോയി. വമാ അസ്കതഹുൽ യൗം, ഇന്ന് ആ നാവ് കൊണ്ട് പറയാൻ നിനക്ക് കഴിയില്ലല്ലോ. മലക്ക് ചോദിക്കാൻ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഒരു ഹദീസ് കൂടെ എന്റെ സഹോദരിമാർക്ക് വേണ്ടി ഞാൻ പറയട്ടെ. ആദരവായ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, പൊന്നുമോളെ ഫാത്തിമയെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുന്നു, മോളെ ഫാത്തിമ, ഈ മാസം റജബിന്റെ മാസമാണ്, മിഅ്റാജിന്റെ മാസമാണ്. അല്ലാഹുവിന്റെ റസൂൽ മിഅ്റാജിന്റെ രാവിലെ പോയപ്പോ ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം നരകത്തിന്റെ ഓരത്തിലേക്ക് കൊണ്ട് നിർത്തിയിട്ട് അല്ലാഹുവിന്റെ റസൂലിനോട് ജിബ്രീൽ പറയുകയാണ്, ജിബ്രീൽ നബിയെ ഒന്ന് നോക്കുമോ നബിയെ, നോക്കുമോ നബിയെ, ആ നരകത്തിന്റെ ആഴമൊന്ന് കാണണേ ഹബീബേ. ആദരവായ റസൂലുള്ളാഹി തങ്ങൾ ആ നരകത്തിലേക്ക് നോക്കിയപ്പോ കുറെ സഹോദരിമാർ, കുറെ സഹോദരങ്ങൾ അതാ ആ നരകത്തിൽ കിടന്ന് കഷ്ടപ്പെടുകയും ആ നരകത്തിൽ കിടന്ന് പൊട്ടിക്കരയുകയും ചെയ്യുന്ന രംഗമാണ് കാണുന്നത്. എന്റെ സഹോദര സഹോദരി, അല്ലാഹുവിന്റെ റസൂൽ ആ കൂട്ടത്തിൽ ഒരു വിഭാഗം സഹോദരിമാരെ കാണുകയാ. ഇംറാത്തുൻ റഅയ്തു ഇംറാത്തൻ, ഞാനൊരു പെണ്ണിനെ കണ്ടു മോളെ ഫാത്തിമ, ബദിയത്തുൽ ലിസാൻ ഐ തവീലത്തുൽ ലിസാൻ,
നരകവാസിനിയായ ഒരു പെണ്ണിനെ ഞാൻ കാണുകയാണ്. അവളുടെ നാവ് മോശമായതിന്റെ പേരിൽ, അവളുടെ നാവ് മോശം സംസാരിച്ചതിന്റെ പേരിൽ, അവളുടെ നാവ് പിഴച്ചുപോയതിന്റെ പേരിൽ, അവളുടെ നാവ് വലിച്ചു കെട്ടപ്പെട്ട നിലയിൽ ആ നരകത്തിൽ കിടന്ന് പൊട്ടിക്കരയുന്ന രംഗം പൊന്നുമോളെ ഫാത്തിമ ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടുവന്ന് ആദരവായ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞപ്പോ അതിന്റെ കാരണം എന്താണ് നബിയേ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, തന്റെ നാവ് കൊണ്ട് ഭർത്താക്കന്മാരെ വേദനിപ്പിച്ച ഭാര്യമാരാണ്, അയൽവക്കക്കാരെ വേദനിപ്പിച്ച സ്ത്രീകളാണ്, ആരാന്റെ വേദനിപ്പിച്ചവരാണ്, അന്യരെ വേദനിപ്പിച്ചവരാണ്, കാരണവന്മാരെ വേദനിപ്പിച്ചവരാണ്, മാതാപിതാക്കളെ വേദനിപ്പിച്ചവരാണ്, ആരാനെ തെറി പറഞ്ഞ നാവുകളാണ്, ആ പെൺകുട്ടികളുടെ നാവുകളാണ് നാളെ നരകത്തിന്റെ തീകളാലുള്ള തൂണുകൾ ബന്ധിക്കപ്പെട്ട നിലയിൽ അല്ലാഹുവിന്റെ റസൂൽ കണ്ടതെങ്കിൽ ഓർക്കണേ പൊന്നുമോളെ ഫാത്തിമ, അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഇത്തഖിന്നാര വലൗ ബിശഖി തംറിൻ, നീ ഒരു കാരക്കയുടെ കീറ് കൊടുത്തിട്ടെങ്കിലും നരകത്തെ സൂക്ഷിക്കണേ മോളെ ഫാത്തിമ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ വാക്കാണ് ഫാത്തിമ ബീവിയോട്. എന്താ കാരണം? പെണ്ണുങ്ങള് നാവ് ബദിയത്തുൽ ലിസാൻ, തവീലത്തുൽ ലിസാൻ, നീളമുള്ള നാക്ക് നബി തങ്ങൾ പറഞ്ഞ വാക്കാണ്. പെണ്ണിന്റെ നാവിന് നീളമില്ല എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ വാക്കതാണ്. പെണ്ണിന്റെ നാവ് നീളം എന്ന് പറഞ്ഞാൽ അവളുടെ നാവിൽ നിന്ന് വരുന്ന വാക്ക് നീളമുള്ള വാക്കാണ്. ഭർത്താക്കന്മാരെ വേദനിപ്പിക്കുന്ന വാക്ക്, മാതാപിതാക്കളെ വേദനിപ്പിക്കുന്ന, ചുടിപ്പിക്കുന്ന, ദേഷ്യപ്പെടുന്ന വാക്ക്, നമുക്ക് ആകെ മൊത്തത്തിൽ ദേഷ്യം ഉണ്ടാക്കുന്ന നാവ്, ഈ നാവ് പിഴച്ചതിന്റെ പേരിൽ ഈ പെണ്ണുങ്ങൾ നരകത്തിലാണ്. ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടു എന്ന് നബിയുനാ റസൂലുള്ളാഹി. അല്ലാഹു നമ്മുടെ സഹോദരിമാരെ കാത്തുരക്ഷിക്കട്ടെ. ഇനിയെങ്കിലും മനസ്സിലാക്കിക്കോ എന്റെ സഹോദരിമാരെ, നാവ് സൂക്ഷിച്ചോ, നാവ് സൂക്ഷിച്ചോ. ഭർത്താക്കന്മാരെ നല്ല, അയൽവക്കക്കാരെ, കാരണവന്മാരെ ആരെയും കുറ്റം പറയരുത്. അങ്ങനെ പറഞ്ഞാൽ നീ മരിക്കാറായി കിടക്കുമ്പോ മലക്ക് നിന്നോട് ചോദിക്കും, ഐന ലിസാനുകൽ ഫസീഹ് വമാ അസ്കതഹുൽ യൗം, എവിടെ? മൂന്നാമതായി ഒന്നാമത്തെ മലക്ക് വന്ന് ചോദിക്കുന്ന ചോദ്യമാണ്, യബ്ന ആദം, ആദമിന്റെ മോനെ, ആദമിന്റെ മോളെ, ഐന അഹ്ലുക വഖറാബതുക വമാ ഔഹശക മിൻഹുൽ യൗം. മരിക്കാറായി കിടക്കുന്ന സഹോദരൻ തറവാട്ടിൽ പിറന്ന സഹോദരനാണ്, തറവാട്ടിൽ പിറന്നവളാണ്, തറവാടിത്തമുള്ളവളാണ്, കുടുംബ മഹിമയുള്ളവളാണ്, സമ്പത്തിന്റെ ഉടമയാണ്, ദുനിയാവിൽ ജനങ്ങളുള്ളവരാണ്, ഗ്രൂപ്പുകാരുള്ളവരാണ്, സഹപ്രവർത്തകരുള്ളവരാണ്. ഇതാ മരിക്കാൻ വേണ്ടി കിടക്കുന്ന രംഗമതാ ബഹുമാനപ്പെട്ട മലക്ക് വന്നവന്റെ അരികിൽ ഇരുന്നു കൊണ്ട് അവന്റെ കാതിൽ മന്ത്രിക്കുകയാണ്, ആദമിന്റെ മോനെ, ആദമിന്റെ മോളെ, ഐന അഹ്ലുക, ഐന അഹ്ലുക വഖറാബതുക വമാ ഔഹശക മിൻഹുൽ യൗം. എവിടെ നിന്റെ ഉപ്പ, എവിടെ നിന്റെ ഉമ്മ, എവിടെ നിന്റെ ഭാര്യ, എവിടെ നിന്റെ ഭർത്താവ്, എവിടെ നിന്റെ കൂട്ടുകാർ, എവിടെ നിന്റെ സഹപ്രവർത്തകർ, എവിടെ നിന്റെ സഹയാത്രികർ, എവിടെ നിന്റെ സഹപാഠികൾ, വമാ ഔഹശക മിൻഹുൽ യൗം. ഇന്നേ ദിവസം നീ തനിച്ചാണ്, തനിച്ചാണ്, തനിച്ചാ. അവരെല്ലാവരിൽ നിന്നും നീ ഒറ്റപ്പെട്ടിരിക്കുകയാണ്. തീർന്നു അല്ലേ? ലാസ്റ്റ് ഘട്ടം. എല്ലാരും ഐസിയുടെ വെളിയിലാണ്, ഐസിയുവിന്റെ വെളിയിലാണ് എല്ലാരും ഉണ്ട് സംഭവം. പക്ഷെ ഐസിയുവിന്റെ വെളിയിൽ അവരെല്ലാം പുറത്തിങ്ങനെ കാത്തിരിക്കുകയാണ്. എന്തായി സർ, സർ എന്തായി? ഡോക്ടർ വരുമ്പോ പ്ലീസ് സർ എന്തായി? ഒന്നും പറയാറായിട്ടില്ല. 24 മണിക്കൂർ കഴിയണം. അവിടെ മലക്കൾ അടികൊണ്ടിട്ട് കിടക്കുക. 24 മണിക്കൂർ. എന്ത് 24 മണിക്കൂർ? എന്ത് ചെയ്യാൻ പറ്റും? വല്ല രക്ഷപ്പെടുത്താൻ പറ്റുമോ? സഹായിക്കാൻ പറ്റുമോ? എന്ത് ചെയ്യാൻ പറ്റും? ചോദിക്കാൻ. മൂന്നാമത്തെ ചോദ്യം, എവിടെ നിന്റെ കൂട്ടുകാർ? ബൈക്കിൽ പോകുമ്പോൾ ട്രിപ്പിൾ 3 പേരെ വെച്ചിട്ടേ പോകുള്ളൂ. കൂട്ടുകാരില്ലാതെ പോകില്ലല്ലോ. വണ്ടി ഇടിച്ചു, ഒരാൾ മരിച്ചു, ബാക്കി 2 പേര് ആ ഹോസ്പിറ്റലിലാണ്. മെല്ലെ ശ്വാസം വീണു, കണ്ണ് തുറന്നു, ചോദിക്കും, എവിടെ എന്റെ കൂട്ടുകാരൻ? എവിടെ? ഓ മരിച്ചു, മയ്യത്തടക്കി. പക്ഷെ എന്താ പറയാ, ഓൻ അപ്പുറത്ത് സുഖമായിട്ട് കിടപ്പുണ്ട്, ഓൻ സുഖമായിട്ട് കിടപ്പുണ്ട്. എന്റെ ലോഹിക്കാരെവിടെ? ലോഹിക്കാർ റാഹത്തായിട്ട് കിടപ്പുണ്ട് മെഡിക്കൽ കോളേജിൽ. ഏത് മെഡിക്കൽ കോളേജിൽ? നമ്മുടെ ചെറുമൂത്ത് മെഡിക്കൽ കോളേജ്, പള്ളി അതന്നെ മെഡിക്കൽ കോളേജ്. എല്ലാവരും ലാസ്റ്റ് വന്ന് റാഹത്തായിട്ട് സ്വസ്ഥമായിട്ട് കിടക്കുന്ന ചെറുമൂത്ത് മെഡിക്കൽ കോളേജ്, മസ്ജിദ് നിഅമ മെഡിക്കൽ കോളേജാണ്. വലിയ നിഅമത്താണ്. റാഹത്തായിട്ട് കിടക്കാം. നിങ്ങൾ സ്വസ്ഥമായിട്ട് ഇരുന്നോളി പറയുന്ന വാക്കല്ലേ.
എവിടെ നിന്റെ കുടുംബം, എവിടെ നിന്റെ കൂട്ടുകാർ, സഹപ്രവർത്തകർ? എവിടെ പോയാലും കൂട്ടുകാരൻ പോലല്ലോ. എവിടെ പോയാലും കൂട്ടുകാരനെ കൂട്ടിട്ടല്ലേ പോകുള്ളൂ. എവിടെ പോയാലും ഓനെയും കൂട്ടിട്ടേ പോകുള്ളൂ. ഏത് രാത്രിയാകട്ടെ പകലാകട്ടെ ഏത് സമയമാകട്ടെ. ഐന അഹ്ലുക വഖറാബതുക, നിന്റെ കുടുംബം എവിടെ, നിന്റെ നാട്ടുകാരെവിടെ? മറ്റൊരു ഹദീസ് കൂടെ കേട്ടോളൂ, ഒരു ഹദീസ് കൂടെ കേട്ടോളൂ. നമ്മളെ സഹായിക്കാൻ ആരാ വരിക? ലാസ്റ്റ് ഘട്ടത്തിലെ രംഗമാണ് അന്ത്യയാത്രയുടെ വിലാപം. ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന മറ്റൊരു ഹദീസാണ്. ആ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഇന്ന ഇബ്ന ആദമ ഇദാ കാന ഫീ ആഖിരി യൗമിൻ മിൻ അയ്യാമി ദുനിയാ വ അവ്വലി യൗമിൻ മിൻ അയ്യാമിൽ ആഖിറ മുസ്തില ലഹു മാലുഹു വ വലദുഹു വ അമലുഹു. ആദമിന്റെ മകന്റെ ദുനിയാവിലെ അവസാനത്തെ ദിവസമെത്തിയാൽ, അവസാനത്തെ സമയമെത്തിയാൽ, ആഖിറത്തിന്റെ പ്രഥമ ദിവസമെത്തിയാൽ, മുസ്തില ലഹു മാലുഹു, അവന്റെ സമ്പത്ത് അല്ലാഹു അവന്റെ മുന്നിൽ കൊണ്ടു നിർത്തുകയാ. വലദുഹു, അവന്റെ സന്താനങ്ങൾ അവന്റെ മുന്നിലേക്ക് കടന്നു വരികയാണ്. വഅമലുഹു, അവന്റെ അമലും അവന്റെ മുന്നിലേക്ക് കടന്നു വരികയാ. പടച്ച തമ്പുരാൻ ഈ മൂന്നും അവന്റെ മുന്നിൽ രൂപപ്പെടുത്തുമെന്ന് ഹബീബുനാ റസൂലുള്ളാഹി. എപ്പോഴാ? ആദമിന്റെ മകൻ മരിക്കാൻ കിടക്കുന്ന അവസാനത്തെ ദിവസം, ലാസ്റ്റ് ഡേ, ലാസ്റ്റ് ദിവസം. إذا كان في آخر يوم من أيام الدنيا, ദുനിയാവിലെ അവസാനത്തെ ദിവസമാണ്, എന്റെ ലാസ്റ്റ് ദിവസമാണ്. ഈ ലാസ്റ്റ് ദിവസം മരിക്കാറായി കിടക്കുന്ന സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മരണവെപ്രാളത്തിൽ കഴിയുന്ന മനുഷ്യന്റെ മുന്നിൽ 3 കാര്യങ്ങൾ രൂപപ്പെടുത്തി കൊണ്ടുവന്ന് ആ 3 പേരോട് സംസാരിക്കാതെ അവൻ മരിക്കുകയില്ല. കമാ ഖാല റസൂലുള്ളാഹി. നല്ലപോലെ മനസ്സിലായിക്കോ, നല്ല ചിന്തിച്ചു, ഹദീസ് നല്ലപോലെ എഴുതി വെച്ചോ, മനസ്സിലായിക്കോ. 3 കാര്യം മരിക്കുന്നതിന് മുമ്പ് മനുഷ്യൻ കാണും. എന്താ? ഒന്ന്, മുസ്തില ലഹു മാലുഹു, ദുനിയാവിൽ എവിടെയെല്ലാം അവൻ സമ്പാദിച്ചു കൂട്ടിയിട്ടുണ്ടോ, ഈ ദുനിയാവിൽ എവിടെയെല്ലാം അവന് ഷോപ്പിംഗ് മാളുകളുണ്ടോ, ദുനിയാവിൽ എവിടെയെല്ലാം ഗ്രോസറികൾ ഉണ്ടോ, ദുനിയാവിൽ എവിടെയെല്ലാം ബക്കാലകളുണ്ടോ, ദുനിയാവിൽ എവിടെയെല്ലാം റിയൽ എസ്റ്റേറ്റുകളുണ്ടോ, ദുനിയാവിൽ എവിടെയെല്ലാം അവന് വസ്തുക്കളുണ്ടോ, സ്വത്തുക്കളുണ്ടോ, കുടുംബങ്ങളുണ്ടോ, അവന് കോട്ടകൊത്തളങ്ങളുണ്ടോ, ഷോപ്പിംഗ് കോംപ്ലക്സുകളുണ്ടോ, ആഡംബര വാഹനങ്ങളുണ്ടോ, ഇതെല്ലാം മരിക്കാൻ കിടക്കുമ്പോ ഇവന്റെ മുന്നിലേക്ക് അല്ലാഹു രൂപപ്പെടുത്തി കൊണ്ടുവരുമെന്ന് കമാ ഖാല റസൂലുള്ളാഹി. എല്ലാം കണ്ടിട്ടേ മരിക്കൂ. നമുക്കിപ്പോ കണക്കുണ്ടല്ലോ, അടുത്തിട്ടത് അവിടെ എടുത്തിട്ടുണ്ട്, അവിടെ ഇത്ര കട, ഇവിടെ ഇത്ര തൊഴിലാളികൾ, ഇത്ര. എല്ലാ ദിവസവും രാത്രി ഫിക്കറില്ല ഉറക്കത്തിലിരുന്ന് ഇങ്ങനെ കണക്കൂട്ടിക്കൊണ്ടിരിക്കുക. ഓൻ എത്ര വയസ്സ്, ഓൻ എത്ര വയസ്സ്, എത്ര കൊടുക്കണം, ഓവർ ടൈം, അത് ഇങ്ങനെ കൂട്ടി 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 ഇങ്ങനെ ദുനിയാവ് അങ്ങനെ പൈസ ഇങ്ങനെ എണ്ണി 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 എല്ലാം കൂട്ടി 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 ഇങ്ങനെ വെക്കാണ്. ഇതിനെ കുറിച്ചുള്ള ചിന്ത ഇങ്ങനെ രക്ഷയില്ല. ഒരു ഫോൺ വരുമ്പോൾ അവിടെ അടുത്ത് ബാങ്ക് വിളിക്കുന്നു, പള്ളിയിലെ മുക്രിച്ച വിളിക്കുന്നു, മുക്രിയുടെ ബാങ്ക് കേൾക്കാൻ അവിടെ സമയമില്ല. ഉടനെ ദുബായിലെ ഫോൺ എടുക്കാൻ ഇവന് സമയം, ദുബായിലെ ഫോൺ. അപ്പൊ ദുബായിൽ വിളിക്കുന്നുണ്ട്, ഫോണിന്റെ ഇപ്പുറത്തെ സൈഡിലൂടെ അതൊക്കെ ഇങ്ങനെ വിളിക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും കേൾക്കാനൊന്നും സമയമില്ല. ഇതൊക്കെ ഇങ്ങനെ ഓർത്ത് ഇങ്ങനെ ഫോൺ വിളിച്ചുകൊണ്ടേയിരിക്കാൻ. ഫോൺ എന്താ പണിക്ക് വരാഞ്ഞത്? കട തുറന്നിട്ടില്ലേ? അവിടെ എന്താ എത്ര കിട്ടി? ഇന്നലെ എത്ര കളക്ഷൻ, ഇന്നത്തെ കളക്ഷൻ, ഈ കളക്ഷൻ എല്ലാ ചർച്ച. മരിക്കാറായി കിടക്കുന്ന മെഡിക്കൽ കോളേജിന്റെ ഐസിയുല് അറ്റാക്ക് വന്നു, സ്ട്രോക്ക് വന്നു, തലകറക്കം വന്നു, പ്രഷർ കയറി, ഞരമ്പ് പൊട്ടി, ഇതാ കിടക്കുന്നു. ആയിരക്കണക്കിന് ഷോപ്പിംഗ് മാളിന്റെ ഉടമസ്ഥൻ മരിക്കാൻ കിടക്കുമ്പോ ഇവന്റെ മുന്നിലേക്ക് ഈ ദുനിയാവിലുള്ള മുഴുവൻ ഷോപ്പിംഗ് കോംപ്ലക്സും അല്ലാഹു അവന്റെ മുന്നിൽ കൊണ്ടുവരുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഇവൻ ഇങ്ങനെ കാണും. മരിക്കുന്നതിന് മുമ്പ് മുസ്തില ലഹു മാലുഹു, ഇവന്റെ സമ്പത്തിലേക്ക് നോക്കും. എല്ലാം വട്ടത്തിൽ നിൽക്കും. ഇവൻ ചോദിക്കുന്നത് എങ്ങനെയുണ്ട് ഇപ്പൊ ബിസിനസ് സ്ഥാപനങ്ങളൊക്കെ? രൂപ കൂപ്പ് കുത്തുകയാണ്. ഡോളറും റിയാലും ദിർഹമുകളും നല്ല കയറുന്നുണ്ടോ? ഇതൊന്നുമല്ല അവിടെ ചോദ്യം, ഇതൊന്നുമല്ല അവിടുത്തെ ചോദ്യം. ഈ മരിക്കാൻ കിടക്കുന്ന സമയത്ത് ഈ മനുഷ്യന്റെ മുന്നിൽ ഇവൻ സമ്പാദിച്ചു കൂട്ടിയ ആയിരക്കണക്കായ കോടിക്കണക്കായ സമ്പത്ത് വർഷങ്ങളായി ചോര നീരാക്കി മരുഭൂമിയുടെ മടിത്തട്ടിൽ കിടന്ന് കഷ്ടപ്പെട്ടുണ്ടാക്കിയ സമ്പത്ത് മുഴുവനും ഇവന്റെ മുന്നിൽ അല്ലാഹു ഒരുമിച്ച് കൂട്ടപ്പെടുമ്പോ ഈ പടച്ച തമ്പുരാൻ ഈ സമ്പത്തിനെ മുൻനിർത്തിയിട്ട് ഇവനെ കൊണ്ട് ചോദിപ്പിക്കുകയാണ്.
ഇന്നി കുന്തു അലൈക ഹരീസാ ഇന്നി കുന്തു അലൈക്കും ഷഹീഹാ. ഏ സമ്പത്ത്, എനിക്ക് നിന്നോട് വല്ലാത്ത ആവേശമായിരുന്നു, വല്ലാത്ത വ്യാമോഹമായിരുന്നു, വല്ലാത്ത അത്യാഗ്രഹമായിരുന്നു. ഹരീസാ ഹരീസാ ഹരീസാ, എനിക്ക് ദുനിയാവിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട എന്റെ വസ്തുക്കളാണല്ലോ നിങ്ങളല്ല. അതാ വലത്തോട്ട് നോക്കുമ്പോഴും കോംപ്ലക്സ് ആണ്, ഇടത്തോട്ട് നോക്കുമ്പോഴും ഗ്രോസറിയാണ്, മുന്നോട്ട് നോക്കുമ്പോഴും ഷോപ്പിംഗ് മാളാണ്. ഇതെല്ലാം കണ്ട് ആനന്ദിക്കാനുള്ള സമയമല്ല, അവന്റെ മരണത്തോടടുത്ത സമയമാണ്. മലക്കുൽ മൗത്ത് കൊളുത്തുമായി ഇതാ മുന്നിൽ നിൽക്കുമ്പോ ഇതാ ഇവൻ ഈ വസ്തുക്കളോട്, സ്വത്തുക്കളോട് ഇവൻ ചോദിക്കുന്ന ചോദ്യമാണ്, ഏ സമ്പത്തുകളെ സമ്പത്തുകളെ, ഇന്നേ കുന്തു അലൈക്കും ഹരീസാ വലക്കും ഷഹീഹാ. എത്രയോ പാവപ്പെട്ടവർ, എത്രയോ വീടില്ലാത്തവർ, എത്രയോ പട്ടി പാവങ്ങൾ, എത്രയോ രോഗം പിടിപെട്ട് മരിക്കാറായി കിടന്നവർ നിന്റെ കൊട്ടാരത്തിന്റെ മുന്നിൽ വന്ന് യാചിച്ചപ്പോ കേവലം പിച്ച ചട്ടിയല്ലേ അവന്റെ മുന്നിലേക്ക് നീ വാരിയെറിഞ്ഞത്? ആ സമ്പത്തിന്റെ കൂമ്പാരമാണല്ലോ ഈ നിൽക്കുന്നത്. ഏ സഹോദരാ, നീ പറയുന്ന വാക്കാണ്, ഞാൻ മരിക്കാൻ പോവുകയാ, എന്റെ അവസാനത്തെ ദിവസമാണ്, ഞാൻ എന്റെ ഖബർ എന്റെ മുന്നിൽ കാണുകയാണ്, എന്റെ ഖബർ ഞാൻ കാണുകയാണ്, ആറടി മണ്ണിന് ഞാൻ കാണുകയാണ്, ആറടി മണ്ണിലെ ഇരുണ്ട തുരുത്ത് ഞാൻ കാണുകയാണ്, ആ ഖബർ വാരിയല്ലുകൾ കോർക്കത്തക്ക നിലയിൽ എന്നെ ഞെരുക്കുന്നത് ഞാൻ കാണുകയാണ്, ആ ഖബറിന്റെ ഇരുണ്ട മുഖം ഞാൻ കാണുകയാണ്. ഏ സമ്പത്തേ സമ്പത്തേ, ഫമാലി മിൻ ഇന്ദികും. ലാസ്റ്റ് ചോദ്യം. 50 വർഷമായിട്ട് ഞാൻ ഉണ്ടാക്കിയ സമ്പത്താണ് എന്റെ മുന്നിൽ വന്ന് നിൽക്കുന്നത്. ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, എന്റെ അവസാനത്തെ യാത്രയാണ്, ലാസ്റ്റ് ദിവസമാണ്, നാളെ ആഖിറത്തിലേക്കുള്ള തുടക്ക ദിവസം ഞാൻ കാണുന്നു. ഖബറിൽ ഒന്നാമത്തെ ദിവസം, ആദ്യ രാത്രി, ദുനിയാവിന്റെ അവസാനത്തെ രാത്രി. എനിക്ക് നിങ്ങൾ എന്ത് സമ്മാനമാ തരുന്നത്? ഞാൻ പോവുകയാണ്, ഞാൻ പോവുകയാണ്, എനിക്ക് എന്ത് സമ്മാനമാ ഉള്ളത്? ഏ ഷോപ്പിംഗ് മാൾ, ഏ ഗ്രോസറി, ഏ ബക്കാല, സൂപ്പർ മാർക്കറ്റ്, ഹൈപ്പർ മാർക്കറ്റ്, എനിക്ക് എന്ത് സമ്മാനം ഉള്ളത്? ഞാൻ പോകാൻ പോവുകയാണ്, ഞാൻ മെഡിക്കൽ കോളേജിലാണ്, ഇതാ മലക്കന്റെ മുന്നിൽ നിൽക്കുന്നു. ഈ സമ്പത്ത് മുഴുവനും ഒന്നടങ്കം, ഈ ഒന്നടങ്കം കോടിക്കണക്കിന് സമ്പത്ത്, ആയിരക്കണക്കിന് സമ്പത്ത്, 1000 കോടി സമ്പത്ത്, ലക്ഷം കോടി സമ്പത്ത്, ഈ സമ്പത്ത് മുഴുവനും ഇവന്റെ മുന്നിൽ ഒരേ ഒരു മറുപടി മാത്രമാണ്, നിന്റെ മയ്യത്ത് പൊതിയാനുള്ള കഫൻ പുടവ. ഖുൽ മിന്നി കഫനക്. ഞങ്ങൾ നിനക്ക് നൽകുന്ന സമ്മാനം, അവസാനമായി നൽകുന്ന സമ്മാനം, നിന്റെ മയ്യത്ത് പൊതിയാനുള്ള കഫൻ പുടവയാണ്. പിടിച്ചു ലാസ്റ്റ്. അല്ലേ അല്ലേ വേറെ എന്തെങ്കിലും സമ്മാനിക്കോ? ആലോചിച്ചോക്ക്, 1000 കോടിയുടെ ഉടമസ്ഥൻ ഈ ലോകത്ത് നിന്നും മരണപ്പെടുന്ന സമയത്ത്, വഫാത്തിന്റെ സമയത്ത്, എന്നാ ഞാനൊരു റേഞ്ച് റോവർ, ഞാനും വരാം നിങ്ങളുടെ കൂടെ. നിങ്ങൾക്ക് ചിലപ്പോൾ ഇനി ഖബറിൽ നിന്ന് മഹ്ശറിലേക്ക് പോകുന്ന വഴിക്കെങ്ങാണ് നിങ്ങൾക്ക് വല്ല ബുദ്ധിമുട്ടുണ്ടായാൽ ഇതിൽ കയറിയിരുന്ന് പോകാമല്ലോ. നിങ്ങൾ ഇവിടുന്ന് അബുദാബി ഷാർജയ്ക്ക് പോയതും അബുദാബി ദുബായിക്ക് പോയതും ഒക്കെ എന്റെ മോൾക്ക് അറിഞ്ഞല്ലേ, അതുകൊണ്ട് ഞാനും കൂടെ ഇങ്ങോട്ട് വരാം. ഏതെങ്കിലും റേഞ്ച് റോവർ പറയോ? ഏതെങ്കിലും ഷോപ്പിംഗ് മാൾ പറയോ? അല്ലെ നിങ്ങൾ എപ്പോഴും ദാഹിക്കുമ്പോൾ ഓടി വന്നിട്ട് എന്റെ ഫ്രിഡ്ജിൽ നിന്നല്ലേ വെള്ളം എടുത്ത് കുടിക്കാം? നിങ്ങൾക്ക് രാവിലെ വിശക്കുമ്പോൾ കേക്ക് തിന്നാറുണ്ടല്ലോ, ഞാനൊരു ഗ്രോസറി നിങ്ങളുടെ കൂടെ വരട്ടെ, നിങ്ങൾക്ക് സൗകര്യം ഉണ്ടാവുമല്ലോ. ആരെങ്കിലും പറയോ? പറയോ? അവസാന സമയത്ത്, അന്ത്യയാത്രയുടെ തുടക്കത്തിൽ, അവന്റെ ദുനിയാവിലെ അവസാനത്തെ ദിവസം, ഈ സമ്പത്ത് മുഴുവനും ഇവന്റെ മുന്നിൽ അള്ളാഹു കൊണ്ടു നിർത്തുമ്പോ ഈ സമ്പത്തിലേക്ക് ഇവൻ നോക്കിയിട്ട് യാചിക്കും, എനിക്കെന്താണ് എനിക്കെന്താണ് നിങ്ങളുടെ ഭാഗത്ത് നൽകുന്നതെന്ന് ചോദിക്കുമ്പോ ആ സമ്പത്ത് മുഴുവനും പറയുന്ന ഒരേ ഒരു വാക്ക്, നിന്റെ മയ്യത്ത് തുണിയാണ് ഞങ്ങൾ നിനക്ക് നൽകുന്ന സമ്മാനം, ഇതല്ലാതെ ഞങ്ങൾക്ക് മറ്റ് സമ്മാനം ഒന്നും തരാൻ കഴിയില്ല. ശരിയായ കാര്യം. ഇവൻ ഉണ്ടാക്കിയ സമ്പത്തിൽ നിന്ന് പണം എടുത്തിട്ടാണ് ഇവന്റെ മയ്യത്ത് തുണി പൊതിയാൻ. അല്ലേ അല്ലേ? ആലോചിച്ച് നോക്ക്. 1500 റുപ്യ മയ്യത്ത് തുണി കിറ്റ്. 1500 റുപ്യ കൂടിപ്പോയി, അത്രേ ഉള്ളൂ. അല്ലെങ്കിൽ 2000, അല്ലെങ്കിൽ 2500, അതിലപ്പുറം ഒന്നുമില്ല മയ്യത്ത് തുണിക്ക്. അല്ലാതെ ഇപ്പൊ വേറെ ഇപ്പൊ ഏതാ AC തുണിയിലും ഇപ്പം കൊണ്ടുപോയിട്ട് പിന്നെ മയ്യത്ത് പൊതിയാൻ പറ്റുമോ? എന്റെ ഉപ്പ ഭയങ്കര കൂടിയ തുണിയിലാണ് നടന്നത്. അതുകൊണ്ട് എന്റെ ഉപ്പ ലിനൻ ഇട്ടുകൊണ്ടാണ് നടന്നത്. അതുകൊണ്ട് എന്റെ ഉപ്പായ മയ്യത്ത് പൊതിയുമ്പോൾ ലിനൻ തുണിക്കകത്ത് തന്നെ പൊതിയണമെന്ന് പറഞ്ഞിട്ട് ആരെങ്കിലും ഇവിടെ പ്രശ്നം ഉണ്ടാക്കണ്ടോ? ലിനൻ തുണിയിൽ മയ്യത്ത് പൊതിഞ്ഞിട്ടുണ്ടോ ആരെങ്കിലും?
1 മീറ്റർ 2000 റുപ്യ, 1000 റുപ്യ, 1500 റുപ്യ. അതിലാണ് എന്റെ ഉപ്പ വസ്ത്രം ധരിച്ച് നടന്നത്. അതുകൊണ്ട് എന്റെ ഉപ്പാന്റെ വസ്ത്രം, എന്റെ ഉപ്പാന്റെ മയ്യത്ത് പൊതിയുമ്പോൾ ലിനൻ തുണി തന്നെ വേണം, നിർബന്ധമായിട്ട് വേണമെന്ന് പറഞ്ഞാല് നാട്ടിലെ മുക്രികൾ സമ്മതിക്കോ? നാട്ടുകാരിലെ അതിമാര് എടുത്തുകൊണ്ട് പോകാൻ പറയും. ഏറ്റവും വില കുറഞ്ഞ തുണി 21 രൂപ, അല്ലെങ്കിൽ 40 റുപ്യ, അല്ലെങ്കിൽ 50, 60, അതിനപ്പുറം ഒന്നുമില്ല. അതിലാണ് ഈ മയ്യത്ത് പൊതിയുന്നത്. ഇതാണ് സമ്മാനിക്കുന്ന സമ്മാനം. ഈ സമ്പത്ത് മുഴുവനും നമുക്ക് നമ്മൾ നൽകുന്ന സമ്മാനം അവസാനത്തെ ദിവസം. രണ്ടാമത് നബി തങ്ങൾ പറയുകയാണ്, ഫയൽതഫിതു ഇലാ വലദിഹി, ഇവന്റെ സന്താനങ്ങളിലേക്ക് ഇവൻ നോക്കുകയാണ്. രണ്ടാമത് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, മുസ്തില ലഹു വലദുഹു, ഇവന് എത്ര മക്കളാണോ ദുനിയാവിലുള്ളത്, ഈ മക്കളെ മുഴുവനും അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവന്റെ മുന്നിലേക്ക് രൂപപ്പെടുത്തിക്കൊണ്ട് വരുമെന്ന് ശഫീഉനാ റസൂലുള്ളാഹി. മക്കൾ ദുബായിൽ ജോലി ചെയ്യട്ടെ, അമേരിക്കയിൽ ജോലി ചെയ്യട്ടെ, ലോകത്തിന്റെ ഏത് ദിക്കിലായി ജോലി ചെയ്യട്ടെ, മരിക്കാൻ കിടക്കുന്ന വാപ്പ, മരിക്കാൻ കിടക്കുന്ന ഉമ്മ, നിങ്ങളുടെ സമീപത്തേക്ക് നിങ്ങളുടെ മക്കളെ മുഴുവനും അല്ലാഹു രൂപപ്പെടുത്തി കൊണ്ടുവരികയാണ്. ഫയൽതഫിതു ഇലാ വലദിഹി, തന്റെ മക്കളിലേക്ക് മരണശയ്യയിൽ കിടന്നുകൊണ്ട് ഇവൻ ചോദിക്കുകയാ, ഇന്നി കുന്തു അലൈക്കും ഷഫീഖാ വലക്കും മുഹാമിയാ, മക്കളെ നിങ്ങൾക്ക് വേണ്ടിയാണ് ഈ ഉപ്പ ജീവിച്ചത്, ഈ ഉപ്പയുടെ 70 വർഷക്കാലവും നിങ്ങൾക്ക് വേണ്ടിയാണ് സമർപ്പിച്ചത്. എന്റെ യുവത്വം പോലെ ഞാൻ പണയപ്പെടുത്തിയിട്ട് മരുഭൂമിയുടെ മടിത്തട്ടിൽ പോയി കഷ്ടപ്പെട്ടത് എന്റെ മക്കളെ നിങ്ങൾക്ക് വേണ്ടിയാണ്, നിങ്ങൾക്ക് വേണ്ടിയാ. ഞാനിതാ ഈ ലോകത്ത് നിന്ന് വിട പറയാൻ പോവുകയാണ്, എന്റെ അവസാനത്തെ ദിവസമാണ്. ഞാൻ നിങ്ങളോടൊന്ന് ചോദിക്കട്ടെ, ഫമാലി മിൻ ഇന്ദികും, എനിക്ക് ഈ ഉപ്പാക്ക് നിങ്ങൾ നൽകുന്ന സമ്മാനം എന്താ? ഉപ്പ മരിക്കാൻ പോവുകയാണ്, ഉപ്പയുടെ അവസാനത്തെ സമയമാണിത്. ഞാൻ നിങ്ങളോട് മറ്റൊന്നും ചോദിക്കുന്നില്ല, ഈ ഉപ്പാക്ക് നിങ്ങൾ നൽകുന്ന സമ്മാനം എന്താണ്? ഈ മക്കളോട് ഈ വാപ്പ ചോദിക്കും. ആ മക്കൾ ഒന്നടങ്കം പറയുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഖാലൂ, ഈ മക്കൾ ഒന്നടങ്കം ഈ ഉപ്പയോട് പ്രതികരിക്കുകയാണ്, ഉമ്മയോട് പ്രതികരിക്കുകയാണ്. യാ ബത്താ നുഅദ്ദിക ഇലാ ഹുഫറതിക വനുവാരിക, ചെറുമോത്ത് പള്ളിയുടെ ഖബർസ്ഥാനിൽ ഞങ്ങൾ ഉപ്പാക്ക് വേണ്ടി ഒരു കുഴി കുടിച്ചിട്ടുണ്ട് വാപ്പാ, നിങ്ങളൊന്ന് കണ്ണടച്ചാൽ മതി, നിങ്ങളുടെ മയ്യത്ത് ഞങ്ങൾ ആ ഖബറിലേക്ക് കൊണ്ടിട്ട് മണ്ണിട്ട് മൂടും ഉപ്പാ, നിങ്ങൾക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയ സമ്മാനമാണ് ഉപ്പാ. മക്കള് പറയുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. മക്കളെ ഉണ്ടാക്കിയിട്ട് വല്ല ഫായദ ഉണ്ടോ? എന്താ ഫായദ? മക്കൾ കിടന്ന് കഷ്ടപ്പെട്ട് കാശുണ്ടാക്കുന്നു, പക്ഷെ വാപ്പ ഉപ്പ ഉമ്മ ദുരിതം അനുഭവിച്ചുകൊണ്ടാണ് നാട്ടിൽ കഴിയുക, വീട്ടിൽ കഴിയുക. മാതാപിതാക്കൾ കഷ്ടപ്പെടുന്നു, മക്കൾ അടിച്ചു പൊളിച്ച് ജീവിക്കുന്നു. മക്കൾക്ക് വേണ്ടി മാതാപിതാക്കൾ ജീവിക്കുന്നു, ജീവിതം മുഴുവൻ മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി ചെലവ് ചെയ്തു. പക്ഷെ മരിക്കാറായി കിടക്കുന്ന സമയത്ത്, മരിക്കാൻ പോകുന്ന സമയത്ത് ഈ മാതാപിതാക്കൾ ചോദിക്കുന്നു, മോനെ എനിക്കെന്ത് സമ്മാനമാണ് നിങ്ങൾ തരുന്നത്? എനിക്കെന്ത്? ഞങ്ങൾ പോവാൻ, ഞാൻ മരിക്കാൻ പോവുകയാണ്. നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ കുഴി കുടിച്ചിട്ടുണ്ട്, ആ കുഴിയിലേക്ക് നിങ്ങളെ കൊണ്ടിടും, നിങ്ങളുടെ മുകളിലേക്ക് മണ്ണിട്ട് മൂടും, ഞങ്ങൾ അപ്പോഴേ വണ്ടി വിടും. അവിടെ തീർന്നു. മക്കളായിട്ടുള്ള ബന്ധം ഇത്രയേ ഉള്ളൂ, ശരിയല്ലേ? ഏത് മക്കളാവരാ? ഉപ്പായെ കൊണ്ട് കുഴിച്ചിട്ട് കഴിഞ്ഞാൽ, കബറടക്കി കഴിഞ്ഞാൽ പിന്നെ അടുത്ത ഏത് പഴം വേണം, ഏത് ജ്യൂസ് വേണം, ഏത് വെള്ളം വേണം, എങ്ങനത്തെ ബിരിയാണി വേണം, ബൊഫേ വേണോ, അല്ലാത്തത് വേണോ, ഇതിനെക്കുറിച്ചുള്ള ചർച്ചയാണ്. ഉപ്പാടെ കാര്യത്തെ കുറിച്ചുള്ള ചർച്ചയില്ല, പോകേണ്ടത് പോയി, സംഭവം പോയി, അതാണ് ചർച്ച അല്ലേ? സംഭവമല്ലേ? അതല്ലേ നടക്കുന്നത് സംഭവം. മാതാപിതാക്കൾക്ക് വേണ്ടി മക്കൾ എന്ത് ചെയ്യുന്നു? മാതാപിതാക്കൾക്ക് വേണ്ടി മക്കൾ എന്ത് ചെയ്തു? എന്ത് നന്മ! ഈ ഉപ്പയും ഉമ്മയും ഈ മക്കൾക്ക് വേണ്ടിയാണ് ജീവിച്ചത്. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന മറ്റൊരു ഹദീസ് കേട്ടോ. ഇക്രിമ റളിയല്ലാഹു തആല റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. നാളെ ആഖിറത്തിൽ ഖിയാമത്ത് നാളിൽ വാപ്പാന്റെയോ ഉമ്മാന്റെയോ നന്മ കുറഞ്ഞു പോയാൽ, വാപ്പാന്റെയോ ഉമ്മാന്റെയോ നന്മ കുറഞ്ഞു പോകുമ്പോ ഈ ഉപ്പ ഈ മകനെ സമീപിക്കും. നാളെ ആഖിറത്തിൽ, ഖിയാമത്ത് നാളിൽ ആഖിറത്തിൽ ഈ ഉപ്പ ഈ മകനെ സമീപിക്കും. യാ ബുനയ്യ, മകനേ, ഇന്നി ഖദ് ഹുതജതു മിൻക മിസ്ഖാല ദർറത്തിൻ മിൻ ഹസനാ,
ബനാതിക്. പൊന്നുമോനെ, എന്റെ പൊന്നു മകനല്ലേ നീ, ദുനിയാവിൽ എന്റെ മകനായിരുന്നില്ലേ? ഞാൻ നിന്നോടൊന്ന് ചോദിക്കട്ടെ, നിന്റെ കർമ്മങ്ങളിൽ നിന്ന്, അമലുകളിൽ നിന്ന് ഒരു കടുകുമണിയുടെ അളവ് മാത്രം ഈ ഉപ്പാക്ക് നീ നന്മ നൽകണേ മകനേ. എനിക്ക് സ്വർഗത്തിൽ കടക്കാൻ ഒരു കടുകുമണിയുടെ അളവോളം എനിക്ക് കുറവുണ്ട് നന്മ. അതുകൊണ്ട് എന്റെ മകനെ നീ എനിക്ക് സമ്മാനിക്കണമെന്ന് ഈ വാപ്പ ഈ മകനോട് പറയുന്നു. ഉടനെ ആ മകൻ പറയുകയാണ്, വല്ലാഹി യാ അബതീ ലാ ഉതീഖു അലാ ദാലിക. സാധ്യമല്ല വാപ്പാ, സാധ്യമല്ല വാപ്പാ, സാധ്യമല്ല ഉമ്മ, സാധ്യമല്ല ഉമ്മ. നിങ്ങൾ ഈ ആഖിറത്തിൽ ഭയപ്പെടുന്ന ശിക്ഷയുണ്ടല്ലോ, ആ ശിക്ഷ ഞാനും ഭയപ്പെടുന്നു ഉപ്പാ. എന്റെ നന്മയെങ്ങാനും അല്പം നിങ്ങൾക്ക് ഞാൻ നൽകിയാൽ നിങ്ങൾ പേടിക്കുന്ന നരകത്തിലേക്ക് ഞാൻ പോയി വീഴുമെന്ന് ഭയപ്പെടുന്നു വാപ്പാ. അതുകൊണ്ട് അല്ലാഹുവാണ് സത്യം, ലാ ഉതീഖു അലാ ദാലിക. അങ്ങേക്ക് ഞാൻ അല്പം പോലും നന്മ തരില്ല ഉപ്പാ. തീർന്നില്ലേ സംഭവം? തീർന്നില്ലേ? മക്കളെ കുറെ മക്കളെ ഉണ്ടാക്കി, ഹൈടെക് വിദ്യാഭ്യാസം, ഹൈടെക് ഇവിടങ്ങളിൽ AC ഉള്ളിടത്ത് എല്ലാം പഠിപ്പിച്ച് നല്ല സൂപ്പർ പലക പോലത്തെ മൊബൈലും വാങ്ങിക്കൊടുത്ത് ഓക്ക് രാത്രി കിടക്കണമെങ്കിൽ പില്ലോ ഇല്ലെങ്കിൽ വെച്ച് കിടക്കാമല്ലോ, തലയിൽ വെച്ച് കിടക്കാൻ പറ്റി, അതിന് പറ്റിയ സൗകര്യ എല്ലാം റാഹത്തായിട്ട് വെച്ചു കൊടുത്തു, നല്ല പഠിപ്പിച്ചു, നല്ല റാഹത്തായി. ഓള് പഠിക്കാൻ പോയിട്ട് ഓനെയും കൊണ്ടുവന്നു, വേറൊരുത്തനെയും കൊണ്ടുവന്നു, രണ്ടുപേരും റാഹത്തായിട്ട്. വാപ്പ ചെയ്തു കൊടുത്ത ഏറ്റവും വലിയ സമ്മാനാണ്. ഇവളെങ്ങനെ കൊടുക്കുക ആഖിറത്തില്? വാപ്പാക്ക് നന്മ കൊടുക്കുമോ? ഉമ്മാക്ക് നന്മ കൊടുക്കുമോ? ഇല്ല, ഇല്ല, തീർന്നു. മക്കളെ ദീൻ പഠിപ്പിക്ക്, മക്കളെ ദീൻ പഠിപ്പിക്ക്, ഖുർആൻ പഠിപ്പിക്ക്, ആഖിറത്തെ ഭയപ്പെടുത്ത്. ദുനിയാവിന്റെ അടിച്ചുപൊളി രഹസ്യങ്ങളുണ്ടല്ലോ, ഇതൊന്നും നിലനിൽക്കുന്നതല്ല എന്റെ പൊന്നുമക്കളെ, എന്റെ സഹോദരിമാരെ. അടിച്ചുപൊളി വസ്ത്രങ്ങളെ ഇട്ട് യോയോയ്ക്ക് കൂട്ടുനിന്ന് നമ്മുടെ മാപ്പായ ഉമ്മാടെ പണി എന്താ? കല്യാണ വീട്ടില് ഹൗസ് വാമിയില് എല്ലാം വന്നിട്ട് കൂടെ നിൽക്കും. ഇവിടെ കൂടെ ഇപ്പുറത്തേക്ക് കശത്തിനിടയിൽ ഇളകുട്ടി, ഇപ്പുറത്ത് മൂത്ത കുട്ടി, തലയും കുട്ടി എല്ലാം കൂടെ വന്നിട്ട് ഇതന്നല്ലേ ഫോട്ടോ എടുപ്പ്, മൊത്തം ഫോട്ടോ എടുപ്പ്, ഫോട്ടോ എടുത്തിട്ട് അങ്ങനെ ഇടുക. എന്റെ കുടുംബം, ഞാനുള്ള കുടുംബം, ഞാനുള്ള കുടുംബം, എല്ലാ പെണ്ണും ക്ലിപ്പാക്കി വെക്കും, മറ്റവൻ ഓൻ ക്ലിപ്പാക്കി വെക്കും. പെണ്ണുങ്ങൾ ഇങ്ങനെ നിരന്നങ്ങനെ നിൽക്കല്ലേ ഫോട്ടോയ്ക്ക് പോസ് ചെയ്യാൻ. ഈ ഫോട്ടോയ്ക്ക് പോസ് ചെയ്ത് ഈ സുന്ദരികളായ പെണ്ണുങ്ങളുടെ ആഡംബര ഡ്രസ്സുകൾ ഈ ഫോട്ടോ എടുത്തിട്ട് ക്യാമറാമാൻ എന്ത് ചെയ്യും? ഒന്ന് സ്റ്റില്ലടിച്ച് മാറ്റിയിടും, ബാക്കി ഒന്നായിരിക്കും നിങ്ങൾ കോപ്പി എടുത്ത് തരിക. ഇല്ലയോ മനുഷ്യ? ഓന്ന് തലയാട്ടിയ ഓന്ന് ഇവിടുന്ന് പോകാൻ പറ്റൂല ഹയാത്തോടു കൂടി. അത് തന്നെ സംഭവം. കല്യാണ വീട്ടിൽ ഫോട്ടോ എടുക്കുക, ക്യാമറ ഭയങ്കര എടുപ്പ. പെണ്ണുങ്ങൾ പർദ്ദ ഇടുന്ന എവിടാ? വീട്ടിന്റെ ഉള്ളിൽ പോയാൽ യാ അല്ലാഹ് മാ സലാമ, പർദ്ദയ്ക്ക് അസ്സലാമു അലൈക്കും സൈഡിൽ തൂക്കിയിടും, കൊളുത്തിയിടും. പിന്നെ പുറത്തേക്ക് പോകുമ്പോൾ, വീട്ടിലേക്ക് പോകുമ്പോഴേ എടുക്കാം. അപ്പൊ ക്യാമറമാൻമാർക്ക് എല്ലാവർക്കും പെർമിഷൻ ഉണ്ട്, റാഹത്തായിട്ട് ഒരിതുമായിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ കറങ്ങി നടക്കുന്ന ആണുങ്ങളെ എടുക്കാൻ ഓരോ സമയം കിട്ടിയ ചാൻസ് മുതലാക്കുന്ന പെണ്ണുങ്ങളുടെ ഉള്ളിലേക്ക് ഇങ്ങനെ പോവാ, മൊത്തം കയറി പിടിക്കുക. മുസീബത്തുകളൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് തലക്കുഴിയുന്നത് പോലെ ഇങ്ങനെ ഒഴിഞ്ഞൊഴിഞ്ഞൊഴിഞ്ഞ് മൊത്തത്തിലല്ല. ഭക്ഷണം കഴിക്കുമ്പോൾ കുനിഞ്ഞിരുന്ന് ഭക്ഷണം കഴിക്കുന്നു, ലൈറ്റ് പിടിക്കും. പിന്നീട് ഒരാള് ഒരു മുൻഗണന കയറി ദണ്ടും കൊണ്ടുവരുന്ന മാതിരി പിറകിരുന്ന ഒരാൾ ലൈറ്റ് പിടിച്ചിട്ട് ഇങ്ങനെ വരും. ഒരാൾ ഫ്രണ്ടിൽ ഇങ്ങനെ കുഴൽ ഒതുക്കി ഇസ്രാഫിൽ അലൈഹിസ്സലാം സൂറെന്ന കാലത്ത് ഊതുന്നത് പോലെ ഇങ്ങനെ വരുമ്പോ ലൈറ്റുമായിട്ട് ഇങ്ങനെ വരും. അപ്പം പെണ്ണുങ്ങളൊക്കെ നല്ല കുനിഞ്ഞിരുന്ന് തിന്നോണ്ടിരിക്കുക. തിന്നുന്ന സമയത്ത് ഈ ലൈറ്റ് കാണുമ്പോൾ കുറച്ചുകൂടെ ഒന്ന് കുനിയുമ്പോൾ നല്ല റാഹത്തായി ഫോട്ടോ എടുക്കാൻ, നല്ല സൗകര്യം ചെയ്തു കൊടുക്കല്ലേ? ചിന്തുന്നുണ്ടോ? ഒക്കെ മൊയ്ലിയാക്കന്മാർ പറയുമ്പോൾ നിങ്ങൾക്ക് പിടിക്കൂല സംഭവം. അപ്പൊ നല്ല റാഹത്തായി വീടിനകത്ത് പോയി നല്ല സെലക്ട് ആയ ഫോട്ടോ എടുത്തിട്ട് മോർഫിങ് ചെയ്യാൻ പറ്റും അല്ലേ? ഇപ്പൊ കാവ്യമാധവന്റെ തല എടുത്തിട്ട് ഇപിയുടെ മുകളിലേക്ക് വെക്കാൻ പറ്റും, ഇപിയുടെ തലയെടുത്ത് കാവ്യമാധവനും വെച്ചു കൊടുക്കാൻ പറ്റും. സിസ്റ്റം അങ്ങനെയാണല്ലോ, പറയാൻ പറ്റൂലല്ലോ. ഇപ്പൊ എല്ലാ സിസ്റ്റത്തിലാക്കിയല്ലോ. അപ്പൊ നമ്മുടെ നല്ല മൊഞ്ചുള്ള പെണ്ണിന്റെ ഫോട്ടോ എടുത്തിട്ട് വേറെ കോലത്തിലാക്കി വിടാൻ പറ്റും, നെറ്റിലേക്ക് കയറ്റി വിടാൻ പറ്റും. അപ്പൊ ഗൾഫിൽ കഷ്ടപ്പെടുന്ന ഭർത്താവ് കാണുന്നത് നമ്മുടെ സബിയ ബീവിയുടെ ഫോട്ടോയാണ്. എന്തായിരിക്കും അങ്ങ് തീർന്നില്ലേ? അവിടുന്ന് കാളിയാർക്ക് കത്ത്, തലാക്ക്, ഓളെ എനിക്ക് വേണ്ട, 1, 2, 3 ഒറ്റയടിക്ക് ഇതാ പാർസലായിട്ട് ഞാൻ തലാക്ക് അയച്ചിരിക്കുന്നു. യാ അല്ലാഹ്,
ഇതന്നെ സംഭവിക്കാൻ പോകുന്നത്, ഇതന്നെ സംഭവിക്കുന്നത്. ആര് പറഞ്ഞു കൊടുക്കാൻ? ഉലമാക്കൾ പറഞ്ഞാൽ ആരെങ്കിലും കേൾക്കുമോ? ആലിമ്യങ്ങൾ പറഞ്ഞാൽ ആരെങ്കിലും കേൾക്കുമോ? ആഡംബരത്തിന് വല്ല കുറവുണ്ടോ? ഫോട്ടോ എടുപ്പിന് വല്ല കുറവുണ്ടോ? നമ്മൾ ഫോട്ടോ അങ്ങനെ എടുക്കില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് നമ്മുടെ അടുത്ത് ചൊടിയാ, ദേഷ്യപ്പെടും. ഇയാൾ പിന്നെ ഫോട്ടോക്ക് പോസ് ചെയ്യാതെ. നമ്മൾ പറഞ്ഞിട്ടൊന്നല്ല ഈ ഫോട്ടോ എടുക്കും, നമ്മൾ ഫോട്ടോ എടുക്കാൻ അനുവദിക്കാറുമില്ല. ഫോട്ടോ എടുക്കുന്നവരോട് ഞാൻ പറയുന്ന ഒരേ ഒരു ചോദ്യം, അഹ്യൂ മാ ഖുലിഖ്തും. നാളെ ആഖിറത്തിൽ നിങ്ങളോട് പറയും, ആരുടെ ഫോട്ടോ ആണോ നിങ്ങൾ എടുത്തത് അവർക്ക് നിങ്ങൾ ജീവനിട്ട് കൊടുക്കാൻ പറയുമ്പോൾ അതിന് നിങ്ങൾ ജീവനിട്ട് കൊടുക്കേണ്ടി വരും. ഇല്ല എങ്കിൽ നിങ്ങൾ അതിനുള്ള ശിക്ഷ അവിടെ അനുഭവിച്ചേ പറ്റുകയുള്ളൂ. യാതൊരു സംശയമില്ല. അതാണ് അതിന്റെ ഖൈർ. നിങ്ങൾ മനസ്സിലാക്കണം. അല്ലാഹു തആല മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. അല്ലേ, അതിനകത്ത് വേറെ കുബുദ്ധിയോട് കൂടി ചിന്തിക്കണ്ട. അല്ലാഹു നമുക്ക് മനസ്സിലാക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. അതാണ് നമുക്ക് വേണ്ടത്. അതല്ലാതെ പരിശുദ്ധമായ മക്കയിൽ പോകും, മദീനയിൽ പോകും, കഅബയുടെ ഖില്ല പിടിച്ചോണ്ട് ഫോട്ടോ, ഒരു വടക്ക സെൽഫി ഇങ്ങോട്ട് പിടിച്ചിട്ട്, മക്ക സെൽഫി, മദീന സെൽഫി, എങ്ങനെയുണ്ട്? അയച്ചു കൊടുക്കാം നാട്ടിലേക്ക്. എന്റെ ഹജ്ജ് എങ്ങനെയുണ്ട്? എനിക്ക് കഅബയുടെ ഖില്ല പിടിക്കാൻ ഭാഗ്യം കിട്ടി. ഹജറുൽ അസ്വദിനകത്ത് തലയിട്ടിട്ട് ഫോട്ടോ എടുക്കുക, അകത്ത് വെച്ചിട്ട് ഓന്റെ തല ഹൽക്ക് അറക്കാൻ വെച്ചേക്കുന്നത് പോലെ ആ രീതിയിൽ ഫോട്ടോ എടുത്ത് അയക്കാം. എന്താ മനുഷ്യന്മാരെ നമ്മൾ പോകുന്ന നമ്മുടെ ചൈതന്യം, ആത്മീയ ചൈതന്യം നഷ്ടപ്പെട്ടു പോയില്ലേ? ആത്മീയ ചൈതന്യം തകർന്നു പോവല്ലേ? എവിടെ ഉംറയുടെ മഹത്വം? എവിടെ ഹജ്ജിന്റെ മഹത്വം? എവിടെ സിയാറത്തിന്റെ മഹത്വം? എവിടെ മക്കയുടെ മഹത്വം? എവിടെ മദീനയുടെ മഹത്വം? എവിടെ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മഹത്വം? എവിടെ? നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത് എന്താ, നമ്മൾ ചെയ്യുന്നത് എന്താ? മനസ്സിലാക്കണം. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹളറത്തിൽ പോയിട്ട് ശബ്ദമുയർത്തി സംസാരിക്കരുത്. അവിടെ പോയിട്ട് ഫോട്ടോ എടുക്കാൻ നിന്നാൽ നബി തങ്ങൾ നിരോധിച്ചതല്ലേ അത്? നബി തങ്ങൾക്ക് ഇഷ്ടപ്പെടാത്തതല്ലേ നിങ്ങൾ ചെയ്യുന്നത്? അല്ലാഹുവിന്റെ റസൂലിന് അത് എതിരല്ലേ അത്? ആരെങ്കിലും പറഞ്ഞു കൊടുത്താൽ അത് ഇഷ്ടപ്പെടുമോ? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് ഒരൊറ്റ ഹദീസ്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, എന്റെ ശഫാഅത്ത് വേണമോ നിങ്ങൾക്ക്? എന്റെ ശഫാഅത്ത് വേണമോ? ഞാൻ ശഫാഅത്ത് ചെയ്യാം. നിങ്ങൾ ബാങ്ക് വിളിച്ചു കഴിഞ്ഞാൽ എനിക്ക് വേണ്ടി ദുആ ചെയ്യണേ. നബി തങ്ങൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്യാം. ഒന്ന് ആലോചിച്ച് നോക്ക്. ല്ലേ? നബിയുനാ അബീ അംർ ഇബ്നു ആസ് റളിയല്ലാഹു തആല റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഇദാ സമിഅതുൽ മുഅദ്ദിന ഫഖൂലു മിസ്ല മാ യഖൂൽ. നിങ്ങൾ മുഅദ്ദിന്റെ ബാങ്ക് കേട്ടാൽ മുഅദ്ദിൻ പറയുന്നത് പോലെ നിങ്ങൾ ഏറ്റു പറയണമേ. സുമ്മ സല്ലു അലയ്യാ. ശേഷം നിങ്ങൾ എനിക്ക് വേണ്ടി ഒരു സ്വലാത്ത് ചൊല്ലണേ. കാരണം എന്താണ്? മൻ സല്ല അലയ്യ സ്വലാത്തൻ സല്ലല്ലാഹു ബിഹാ അലൈഹി അശറാ. ആരെങ്കിലും ഒരാൾ എൻ്റെ പേരിൽ ഒരു സ്വലാത്ത് ചൊല്ലിയാൽ അല്ലാഹു അവന്റെ മേൽ 10 ഗുണങ്ങൾ നൽകുമെന്ന് ഹബീബായ റസൂലുള്ളാഹി. അപ്പൊ അതിന്റെ അർത്ഥം എന്താ പറഞ്ഞത്? ബാങ്ക് വിളിച്ചു കഴിഞ്ഞാൽ മുഅദ്ദിൻ പറയുന്നത് പോലെ നിങ്ങൾ ഏറ്റു പറയണം. ശേഷം ബാങ്ക് വിളിച്ചു കഴിഞ്ഞ് നിങ്ങൾ ഒരു സ്വലാത്ത് ചൊല്ലണം. സ്വലാത്ത് ചൊല്ലണം, എന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലണം. ശേഷം സുമ്മ സലൂ അല്ലാഹ ലി അൽ വസീല. എനിക്ക് വേണ്ടി അല്ലാഹുവിനോട് വസീല തേടണമേ. എനിക്ക് വേണ്ടി അല്ലാഹുവിനോട് നിങ്ങൾ ഒരു വസീല തേടണം. കാരണം എന്താണ് വസീല? ഫഇന്നഹാ അഅലാ ദറജത്തിൻ മിനൽ ജന്ന ലാ യുദ്രികുഹാ ഇല്ലാ അഹദ് വഅർജു അൻ നകൂന അനഹു കമാ ഖാല റസൂലുള്ളാഹി. സ്വർഗ്ഗത്തിന്റെ ഏറ്റവും ഉന്നതമായ സോപാനമാണത്. സ്വർഗ്ഗത്തിന്റെ ഏറ്റവും സമുച്ചയമാണത്. അവിടെ നിന്നുകൊണ്ടാണ് സ്വർഗ്ഗത്തിന്റെ ഉറവകളെല്ലാം പൊട്ടിവീഴുന്നത്. അതുകൊണ്ട് ആ ഉന്നതമായ സോപാനത്തിലേക്ക് കടക്കാൻ നിങ്ങൾ എനിക്ക് വേണ്ടി ദുആ ചെയ്യണേ, അല്ലാഹുവിനോട് ചോദിക്കണമേ. അങ്ങനെ അള്ളാന്റെ റസൂല് നമ്മളോട് പറഞ്ഞിട്ട് നമ്മൾ അത് ആരെങ്കിലും ചെയ്യാറുണ്ടോ? ബാങ്ക് വിളിക്കുന്ന സമയത്ത് സംസാരല്ലേ? ബാങ്ക് വിളിച്ചു കഴിഞ്ഞ ഒരു സലാത്ത് ചൊല്ലിട്ട് ദുആ ചെയ്യാറുണ്ടോ? ബാങ്ക് വിളിക്കുന്ന സമയം നമ്മൾ ദുനിയാവിൽ ഫോണും വിളിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, വെറുതെയല്ല നിങ്ങൾ എനിക്ക് വേണ്ടി ദുആ ചെയ്യേണ്ടത്. ആരെങ്കിലും ബാങ്ക് വിളിച്ചിട്ട് അതേപോലെ ചൊല്ലി ശേഷം ഒരു സ്വലാത്ത് ചൊല്ലി പിന്നീട് എനിക്ക് വേണ്ടി വസീല തേടിയാൽ കുന്തു ലഹു ഹല്ലത് ലഹു ശഫാഅ. എന്റെ ശഫാഅത്ത് അവന് സാധ്യമായി, എന്റെ ശഫാഅത്ത് അവന് ഹലാലായി എന്ന് നബിയുനാ ശഫീഉനാ റസൂലുള്ളാഹി. എത്ര വലിയ എളുപ്പമാണ് ഒരു ബാങ്ക് വിളിച്ചിട്ട് ആ സമയത്ത് അവിടെ പോയിട്ട് ഫോട്ടോ. ബാങ്ക് വിളി മക്കയിലും മദീനയിലൊക്കെ ബാങ്ക് വിളിക്കുന്ന സമയത്ത് ഫോട്ടോ.
ഫയൽതഫിതു ഇലാ വലദിഹി, തന്റെ മക്കളിലേക്ക് നോക്കുമ്പോൾ മക്കൾ പറയുന്ന മറുപടി ഇതാണ്: പാ, നിങ്ങളെ ഞങ്ങൾ കൊണ്ട് കുഴിച്ചിടുക, അല്ല വേറെ മറുപടി ഇല്ല. ഒരു സംഭവം കണ്ടോളൂ, ഒരു സംഭവം കണ്ടോളൂ. ഇവിടെ മക്കളെ ഒന്ന് സൂക്ഷിക്കുന്ന കാര്യം, ലാസ്റ്റ് സമയം നമ്മളൊക്കെ ഇതൊക്കെ കുട്ടികളെയൊക്കെ നല്ല നിലയിൽ വളർത്തിക്കൊണ്ടുവന്നാൽ മാതാപിതാക്കൾ ഗുണമുണ്ടാകും. ഇല്ലെങ്കിൽ നാളെ ആഖിറത്തിൽ കുട്ടി ചോദിക്കും, വാപ്പ ചോദിക്കുമ്പോ കുട്ടി പറയുന്ന വാക്കുതാണ്: ഞാൻ തരൂല, ഞാൻ ഈ നന്മ തന്നാൽ എന്റെ നന്മ കുറഞ്ഞു പോയാൽ ഞാൻ നരകത്തിലേക്ക് പോകേണ്ടി വരും, അതുകൊണ്ട് ഉപ്പ ഇല്ല, ഞാൻ തരില്ല. ഒരു കുട്ടി, ഒരാൾ അമീറുൽ മുഅ്മിനീൻ ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ അരികിൽ തന്റെ കുട്ടിയെയും കൂട്ടിയിട്ട് വന്നു. ഒരു പിതാവ്, ഒരു വാപ്പ, ഉപ്പ കുട്ടിയെയും കൂട്ടിയിട്ട് വന്നു. എന്താ ഉപ്പാന്റെ പരാതി? യാ അമീറൽ മുഅ്മിനീൻ, അമീറുൽ മുഅ്മിനീൻ, ഇന്ന ഇബ്നി ഹാദാ യഉഖ്നി, എന്റെ ഈ കുട്ടി എന്നെ പീഡിപ്പിക്കുന്നു. അതാണ് പരാതി. ഉപ്പ പരാതി, മകന്റെ പരാതിയാണ്. ഇന്ന ഇബ്നി ഹാദാ യഉഖ്നി യാ അമീറുൽ മുഅ്മിനീൻ, അമീറുൽ മുഅ്മിനീനെ, എന്റെ കുട്ടി എന്നെ പീഡിപ്പിക്കുകയാണ്. ഉടനെ അമീറുൽ മുഅ്മിനീൻ പറയുകയാണ്: യാ ഗുലാം അമാ തഖാഫുല്ലാഹ ബിഉഖൂഖി വാലിദൈക്, മാതാപിതാക്കളെ ഭയപ്പെടുത്തുന്ന, മാതാപിതാക്കളെ പീഡിപ്പിക്കുന്ന കാര്യത്തിൽ നീ അല്ലാഹുവിനെ ഭയപ്പെടാത്തതിന്റെ, അതുകൊണ്ട് യാ ഗുലാം വമിൻ ഹഖി വാലിദൈഹി കദാ വകദാ, വമിൻ ഹഖി വാലിദൈനി കദാ വകദാ, മാതാപിതാക്കളുടെ മഹത്വം ഇന്നതാണ്. ഇത് ഓരോന്നും ബഹുമാനപ്പെട്ട അമീറുൽ മുഅ്മിനീനോട്, ബഹുമാനപ്പെട്ട അമീറുൽ മുഅ്മിനീൻ ഈ കുട്ടിയോട് പറഞ്ഞു കൊടുത്തു. മാതാപിതാക്കളുടെ അവരുള്ള കടമ ഇന്നതാണ് വിവരിച്ചു കൊടുത്തു. അപ്പൊ ഈ കുട്ടി അമീറുൽ മുഅ്മിനീനോട് ചോദിക്കുകയാണ്: യാ അമീറുൽ മുഅ്മിനീൻ, അമീറുൽ മുഅ്മിനീനെ, ലിൽ ഇബ്നി അലാ വാലിദൈഹി ഹഖ്ഖുൻ, മാതാപിതാക്കൾക്ക് കുട്ടികളോട് കടമകൾ നിങ്ങൾ പറഞ്ഞു, ഞാൻ കേട്ടു. പക്ഷേ ഏതെങ്കിലും മാതാപിതാക്കൾക്ക് തന്റെ മക്കളോട് കടമയുണ്ടോ, ബാധ്യതയുണ്ടോ തന്റെ മക്കളോട്? അതൊരു വല്ലാത്ത ചോദ്യം തന്നെയാണ്, അല്ലേ? മാതാപിതാക്കൾക്ക് തന്റെ മക്കളോട് കടമയുണ്ടോ എന്ന് ബഹുമാനപ്പെട്ട അമീറുൽ മുഅ്മിനീനോട് ഈ കുട്ടി ചോദിച്ചപ്പോ ബഹുമാനപ്പെട്ട അമീറുൽ മുഅ്മിനീൻ ഉമർ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്: ബല, തീർച്ചയായും മാതാപിതാക്കൾക്ക് കുട്ടികളോട് കടമയുണ്ട്, ബാധ്യതയുണ്ട്. എന്താണ്? ഒന്ന് വിവരിച്ചാലും. നമ്മുടെ മാതാപിതാക്കളൊന്ന് ശ്രദ്ധിച്ചോ. ഒന്ന്, അമീറുൽ മുഅ്മിനീൻ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്: അയ്യസ്തൻജിബ ഉമ്മഹു, വാപ്പ ഉമ്മായെ തെരഞ്ഞെടുക്കുന്ന വിഷയം ഒന്ന് ശ്രദ്ധിക്കണം, സൂക്ഷിക്കണം. ഉപ്പ ഉമ്മായെ തെരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കണം. ബഹുമാനപ്പെട്ട അമീറുൽ മുഅ്മിനീൻ, കുട്ടികൾ നന്നാവുന്നതിനും വാപ്പയെയും ഉപ്പയെയും ഉമ്മയെയും അനുസരിക്കുന്നതിന്റെ ഒരു മർമ്മപ്രധാനമായ കാരണം നമ്മുടെ വിവാഹ ജീവിതത്തിൽ നാം ഇണയെ തെരഞ്ഞെടുക്കുന്ന ആ ഒരു കാര്യം പ്രത്യേകമായി നമ്മൾ ശ്രദ്ധിക്കണം. അവിടെ പാളിച്ചു വന്നു പോയാൽ മൊത്തത്തിൽ തകർന്നു സംഭവം. അതാണ് ഉമ്മായെ തെരഞ്ഞെടുക്കുന്നത് സൂക്ഷിക്കണം. പുറമ്പോക്കിലുള്ള തരം താഴ്ന്ന കുടുംബ മഹിമയില്ലാത്ത, പാരമ്പര്യ മഹിമയില്ലാത്ത, സംസ്കാര ബോധമില്ലാത്ത പെൺകുട്ടികളെ വിവാഹം കഴിക്കരുത്. ഉമർ റളിയല്ലാഹു തആല അൻഹു ആ കുട്ടിയോട് പറഞ്ഞു, അത് വാപ്പാന്റെ കടമയാണ്. ഒന്നാമത്തത് മനസ്സിലാക്കണം. രണ്ടാമത് ഉമർ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, അയ്യുഹ്സിന ഇസ്മഹു, മാതാപിതാക്കളുടെ കടമ മക്കൾക്ക് നല്ല പേരിടണം. നല്ല പേര് പോലെ ആയിരിക്കും ചിലപ്പോൾ അവന്റെ പ്രവൃത്തിയും. മൂന്നാമത് അയ്യുഅല്ലിമഹുൽ കിതാബ്, പടച്ച തമ്പുരാന്റെ ഖുർആൻ, പരിശുദ്ധമായ ഖുർആൻ തന്റെ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ട ബാധ്യത മാതാപിതാക്കളുടെ ബാധ്യതയാണ്, ഹഖ്ഖാൻ. ഈ മൂന്ന് കാര്യം ഉപ്പ ശ്രദ്ധിക്കണം, പപ്പാന്റെ കടമയാണ്. അപ്പൊ ഈ കുട്ടി എഴുന്നേറ്റ് പറഞ്ഞു, യാ അമീറുൽ മുഅ്മിനീൻ, അമീറുൽ മുഅ്മിനീനെ, ഇന്ന അബീ മസ്തൻജബ ഉമ്മീ ഇശ്തറാഹാ ബി400 ദറാഹിം സവജഹാ ഇല്ലാ സിന്ദിയാ
എന്റെ ഉപ്പ എന്റെ ഉമ്മയെ തെരഞ്ഞെടുത്തതിൽ പരാജയപ്പെട്ടു പോയി. എന്റെ ഉപ്പ എന്റെ ഉമ്മയെ തെരഞ്ഞെടുത്തത് സിന്ധിയ എന്ന വർഗത്തിലെ പെൺകുട്ടിയെയാണ്. അവർ പുറമ്പോക്കിൽ സംസ്കാരമില്ലാതെ കഴിയുന്ന കുടുംബക്കാരാ. ആ സിന്ധിയ വംശജയായ പെണ്ണിനെയാണ് എന്റെ ഉപ്പ വിവാഹം കഴിച്ചത്. 400 ദിർഹമിന് എന്റെ ഉപ്പ എന്റെ ഉമ്മയെ വിലക്ക് വാങ്ങുകയായിരുന്നു. 400 റിയാൽ, 400 ദിർഹം. മനസ്സിലായോ? കാണാൻ മൊഞ്ചുള്ള പെണ്ണിനെ പോയിക്ക് എവിടുന്നെങ്കിലും ഒക്കെ അടിച്ചു മാറ്റിക്കൊണ്ട് വന്നിട്ട് കാര്യമില്ല. പിന്നെ കൊണ്ടുവന്ന് ലെക്സ് സോപ്പിൽ കുളിപ്പിച്ചാലൊന്നും സംസ്കാരം കിട്ടൂല. സംഭവം തമിഴ്നാട്ടിൽ നിന്ന് ആന്ധ്രയിൽ നിന്നൊക്കെ വരുന്ന പെണ്ണുങ്ങൾ, കേബിൾ കുഴിക്കാൻ വരുന്ന പെണ്ണുങ്ങൾ, ഇവിടെയൊക്കെ നമ്മുടെ ഈ പിന്നെ ജപ്പാൻ കുടിവെള്ളത്തിനൊക്കെ കുഴിക്കാൻ വരുന്ന ആന്ധ്രയിൽ കൊട്ടേഷൻ കൊടുത്തിട്ട് പെണ്ണുങ്ങൾക്ക് വരാറുണ്ട്. ഓരോ ചെറുപ്പക്കാർ കുട്ടികളൊക്കെ പോയിട്ട് ഇങ്ങനെ നോക്കിയിരുന്ന് ഇങ്ങനെ ചിരിച്ചിരിച്ച് വശത്താക്കി കൊണ്ടുവരും. അവസാനം ആരെങ്കിലും പിടിച്ച് കെട്ടിച്ചു കൊടുക്കും. കെട്ടിച്ചു കൊടുത്താൽ അതിൽ നിന്ന് കിട്ടുന്ന കുട്ടി എന്തായിരിക്കും? ആന്ധ്ര കുട്ടിയായിരിക്കും. എങ്ക ഹക്തായത് ഊട്ടാൻ മടി തന്നെ എന്നടി സപ്പണ്ടി എന്ന് പറഞ്ഞു നടക്കാൻ. ഇതന്നെയാ സംസ്കാരമില്ല. ഉപ്പാക്ക് സംസ്കാരമില്ല. നബീന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു യുവാക്കളോട്, ഇയ്യാകും വഖദറാ അദ്മൻ ഖാല യാ റസൂലല്ലാഹ് വമാ ഖദറാ അദ്മൻ യാ റസൂലല്ലാഹ്. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ചെറുപ്പക്കാരെ യുവാക്കളെ, നിങ്ങൾ കുപ്പയിലെ റോസാ പുഷ്പത്തെ സൂക്ഷിക്കണമേ. കുപ്പയിലെ റോസാ പുഷ്പം, മാലിന്യത്തിൽ വളർന്നു വരുന്ന റോസാപ്പൂവിനെ നിങ്ങൾ സൂക്ഷിക്കണം. അള്ളാന്റെ റസൂലിനോട് സഹാബത്ത് ചോദിക്കുകയാണ്, അതെന്താണ് നബിയേ? മാലിന്യത്തിൽ വളർന്നു വരുന്ന റോസാ പുഷ്പം എന്താ ഹബീബേ? ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അൽ മർഅത്തുൽ ഹസനാ ഫിൽ മൻബിതി സൂ. മോശമായ ചുറ്റുപാടിൽ സംസ്കാരമില്ലാതെ വളർന്നു വരുന്ന പെൺകുട്ടികളാണ് സുന്ദരികളായ പെൺകുട്ടികളാ. ആ പെൺകുട്ടികളെ നിങ്ങൾ വിവാഹം കഴിക്കരുതേ. നബിയുനാ റസൂലുള്ളാഹി. മനസ്സിലായില്ലേ? സ്കൂളിലും കോളേജിലൊക്കെ പഠിക്കുമ്പോൾ നല്ല രസാ. പെണ്ണുങ്ങൾ ആണുങ്ങളെ പിടിക്കുക, ആണുങ്ങൾ പെണ്ണുങ്ങളെ പിടിക്കുക. രണ്ടും സെയിം ആണ്. മനസ്സിലായിക്കോ? ചെറുപ്പക്കാർ പിന്നെ നിങ്ങളെയൊക്കെ സ്നേഹിക്കുന്ന കാര്യം സാധിക്കാൻ വേണ്ടിയാണ്. കാര്യം സാധിച്ചു കഴിഞ്ഞാൽ വലിച്ചെറിയും. അത് ഈ മന്ദബുദ്ധികളായ പെണ്ണുങ്ങൾക്ക് മനസ്സിലാവൂലല്ലോ. എത്ര പ്രസംഗിച്ചു കൊടുത്താലും എത്ര അതീത് ഓതിയാലും ഇതങ്ങോട്ട് കേറൂലല്ലോ. മുസ്ലിം ഉമ്മത്തിന്റെ കൂടെ അല്ല പോകുന്നത്. ഒളിച്ചോടി പോകുന്നതൊക്കെ ശങ്കരന്റെയും ശാശുവിന്റെയും ദാമോദരന്റെയും അവന്റെയൊക്കെ കൂടെ ഒളിച്ചോടുക. അതല്ലേ രസം. നമുക്ക് സഹിക്കാൻ പറ്റാത്ത ഓട്ടോറിക്ഷയ്ക്ക് നമ്പറും കൊടുത്തിട്ട് ഓട്ടോറിക്ഷക്കാരൻ്റെ കൂടെ പാതിരാത്രി ഫോണും വിളിച്ചിട്ട് ഓനുമായിട്ട് ലൈൻ അടിച്ച് സൊള്ളി അവസാനം ഓട്ടം ഫ്രീ. അവക്ക് ഇവൻ ഓട്ടം ഫ്രീ, ഇവന് അവർക്ക് ഓട്ടം ഫ്രീ, എല്ലാം ഓട്ടം ഫ്രീ, അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്രീ, എല്ലാം ഫ്രീ. വൈഫൈ ആണ് സംഭവം. അതാണിപ്പോ നടന്നുകൊണ്ടിരിക്കുന്നത്. മനസ്സിലാവൂല. എത്ര പറഞ്ഞാലും, എത്ര വാള് പറഞ്ഞാലും, എത്ര കേട്ടാലും. ഞാൻ മുന്നാന്ന് ഒരു വാളിന് ഇവിടെ അടുത്ത് സ്ഥലത്ത് വന്നപ്പോ ഒരു പരതയിട്ട് 2-3 പെണ്ണുങ്ങൾ ഓട്ടോറിക്ഷക്കാരനായിട്ട് ഭയങ്കര സൊള്ളൊക്കെ നിന്ന് എന്തൊരു ചിരിക്കും ടൗണിൽ നോക്കുമ്പോൾ ഞാൻ എൻ്റെ പേര് നോക്കി, ഓട്ടോയിൽ നോക്കി, കൗമ വേറെയാണ്. അപ്പൊ ഞാൻ അടുത്തിരുന്ന് ഞാൻ കാണിച്ചു കൊടുത്തു, നോക്ക് പടച്ചവനെ, ഇത് കണ്ടില്ലേ, ഇതാണ് ഞാൻ മൂരിയാട് പ്രസംഗിക്കാൻ പോയപ്പോൾ ഞാൻ കണ്ട സംഭവമാണ്. ഞാൻ കഴിഞ്ഞ ആഴ്ച മൂരിയാട് പ്രസംഗിക്കാൻ പോകും. അപ്പൊ ഇങ്ങനെയല്ലേ വെറുതെയാണോ ഈ വാട്സാപ്പിലൂടെ ഒക്കെ വരുന്നത്? ഒരു ഹദീസ് കേട്ടോ. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ലാ തഖൂമുസ്സാഅ ഹത്താ യൽഹിഖ ഫിആമുൻ മിൻ ഉമ്മതി ബിൽ മുശ്രികീൻ വ ഹത്താ തഅബുദ ഖബായിലു മിൻ ഉമ്മതി അൽ ഔസാൻ. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഖിയാമത്ത് നാൾ സംഭവിക്കുകയേ ഇല്ല എന്റെ വിഭാഗത്തിൽപ്പെട്ട ഒരു സമുദായം മുശ്രിക്കീങ്ങളോടൊപ്പം ചേരാതെ, അവരുമായി കൂടിയിണങ്ങാതെ, അവരോടൊപ്പം സഹവസിക്കാതെ, അവരോടൊപ്പം സഹകരിക്കാതെ, അവരുടെ ദൈവത്തെ ആരാധിക്കാതെ, ലാ തഖൂമുസ്സാഅ, ഖിയാമത്ത് നാൾ സംഭവിക്കുകയേ ഇല്ല എന്ന് നബിയുനാ റസൂലുള്ളാഹി.
എന്താ പറഞ്ഞത്? ഹത്താ യൽഹിഖ ഫിആമും മിൻ ഉമ്മത്തി ബിൽ മുശ്രിക്കീൻ. എന്റെ ഉമ്മത്തികളിൽ ഒരു വിഭാഗം മുശ്രിക്കീങ്ങളോടൊപ്പം കൂടിച്ചേരും. വഹത്താ തഅബുദ ഖബായിലു മിൻ ഉമ്മത്തി അൽ-ഔസാൻ. എന്റെ ഉമ്മത്തിലെ ഒരു വിഭാഗം അവരാരാധിക്കുന്ന ബിംബത്തെ ആരാധിക്കുന്ന കാലഘട്ടം വരാതെ ലാ തഖൂമുസ് സാഅ, ഖിയാമത്ത് നാൾ സംഭവിക്കൂല. പരദയിട്ട നമസ്കാരമുള്ള പരിശുദ്ധ ഖുർആൻ പാരായണം നടത്തിയ ഉമ്മാന്റെ ഗർഭാശയത്തിൽ നിന്ന് പുറത്തേക്ക് വന്നപ്പോ ഉപ്പാന്റെ കൈകളിൽ കിടന്ന് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന പരിശുദ്ധമായ തൗഹീദിന്റെ വാക്ക് കേട്ട് വളർന്ന 18ന്റെയും 19ന്റെയും 20ന്റെയും 22ന്റെയും വയസ്സുള്ള പെണ്ണ് പരിശുദ്ധമായ ഖുർആൻ ഓതുകയും സലാത്ത് ദിക്ർ തസ്ബീഹ് തദ്കീർ ചൊല്ലിയ ഈ പെൺകുട്ടി ആരാനെ പ്രേമിച്ച് അമ്പലങ്ങളിലും ചർച്ചുകളിലും ബുദ്ധവിഹാരങ്ങളിലും ഗുരുദ്വാരകളിലും പോയിട്ട് പരദ അഴിച്ചു മാറ്റിവെച്ച് ഇസ്ലാമിന്റെ മൂടുപടം അഴിച്ചു മാറ്റിവെച്ച് ഈമാനിക ആദർശത്തെ പണയപ്പെടുത്തിയിട്ട് അവർ ആരാധിക്കുന്ന ബിംബത്തെ പ്രതിഷ്ഠകളെ ആരാധിക്കേണ്ട ഗതികേട് ഈ ഉമ്മത്തിന് വന്നിട്ടുണ്ടെങ്കിൽ ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതാണ്, ഇത് സംഭവിക്കാതെ ലാ തഖൂമുസ് സാഅ, ഖിയാമത്ത് നാൾ സംഭവിക്കൂല. അതാണ് ഈ ഒളിച്ചോട്ടം. അത് അല്ലാഹു തീരുമാനിച്ചു. മനസ്സിലായില്ലേ? പോയില്ലേ സംഭവം? എന്നിട്ട് ഗർവാപ്പസി മുസ്ലിം ഉമ്മത്ത് കൊണ്ട് അതിനെ ആരാധിക്കുന്നു. അത് അല്ലാഹുവിന്റെ തർത്തീബ്. ഹത്താ തഅബുദ ഖബായിലു മിൻ ഉമ്മത്തി അൽ-ഔസാൻ. പ്രതിഷ്ഠകളെ ആരാധിക്കുന്ന ഒരു കാലഘട്ടം വരാതെ ഖിയാമത്ത് നാൾ സംഭവിക്കുകയില്ല. നബിയുനാ ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ വാക്കാണ്, ഹബീബായ തങ്ങൾ പറഞ്ഞ വാക്കാണ്. നബി തങ്ങൾക്ക് തെറ്റിയിട്ടില്ലല്ലോ. നബി തങ്ങൾക്ക് തെറ്റിയിട്ടുണ്ടോ? വീണ്ടും നബി തങ്ങൾ പറഞ്ഞു, ലാ തഖൂമുസ് ഹത്താ അതാഅ അർ-റജുലു ഇംറഅതഹു വഅഖ്സാ അബാഹു വഅദ്നാ സദീഖഹു. ഭർത്താക്കന്മാർ ഭാര്യമാരെ അടിമപ്പെടുന്ന ഒരു കാലഘട്ടം വരാതെ ഖിയാമത്ത് നാൾ സംഭവിക്കുകയേ ഇല്ല. അതേപോലെ നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാ, ഹത്താ അദ്നാ സദീഖഹു വഅഖ്സാ അബാഹു. നമ്മുടെ കുട്ടികൾ, ആൺകുട്ടികൾ, പെൺകുട്ടികൾ ഗേൾ ഫ്രണ്ടിനെ സ്വന്തമായി ഇഷ്ടപ്പെടുന്ന കാലഘട്ടം വരാതെ, ബോയ് ഫ്രണ്ടിനെ സ്വന്തമായി ഇഷ്ടപ്പെടുന്ന കാലഘട്ടം വരാതെ, മാതാപിതാക്കളുടെ അനുവാദമില്ലാതെ ഏതെങ്കിലും പെണ്ണിനെ സ്നേഹിച്ച് തന്റെ വീട്ടിലേക്ക് കൊണ്ടുവരുമ്പോ അതിന് എതിര് നിൽക്കുന്ന മാതാപിതാക്കളെ പുറങ്കാലുകൊണ്ട് കാലത്തിന്റെ ചവിട്ടുകൊട്ടയിലേക്ക് വലിച്ചെറിയപ്പെടുന്ന ഒരു കാലഘട്ടം വരാതെ ലാ തഖൂമുസ് സാഅ, ഖിയാമത്ത് നാൾ സംഭവിക്കുകയില്ല. നബിയുനാ റസൂലുള്ളാഹി അല്ലേ? കോടതിയിലേക്ക് കൊണ്ടുപോകുമ്പോ എന്താ പറയാ? കോടതിയിലേക്ക് വാപ്പായും ഉമ്മായും ഒരു സൈഡ് നിൽക്കും. ഒളിച്ചോടി പോയ മോളും മറ്റേ മതത്തിലെ കൗമും കൂടെ നിൽക്കും. ജഡ്ജി ചോദിക്കുന്നു, ആരെ വേണം നിങ്ങൾക്ക്? എന്റെ ഉപ്പയോ ഉമ്മയോ വേണോ, അതോ ശ്രീധരനെ മതിയോ? എനിക്ക് ശ്രീധരനെ മതി, ഞാൻ ശ്രീധരനായിട്ട് പോയിക്കോളാം, ഞങ്ങളെ ജീവിക്കാൻ അനുവദിക്കണേ എന്ന് പറഞ്ഞ് നേരെ ജോസഫിന്റെ കൂടെയോ ശ്രീധരന്റെ കൂടെയോ പറഞ്ഞു വിടും. ഉമ്മായും വാപ്പായും ഐസ്ക്രീം വാങ്ങി തിന്നുകൊണ്ട് മെല്ലെ അങ്ങോട്ട് പോകണം വീട്ടിലേക്ക്, മെല്ലെ അങ്ങോട്ട് പോവാം. ഇതല്ലേ സംഭവിച്ചത്? ഇത് ഞാൻ പറഞ്ഞ വാക്കല്ല, നബിയുനാ റസൂലുള്ളാഹി. ഇത് സംഭവിച്ചിട്ട് ഖിയാമത്ത് നാൾ ഉണ്ടാവൂ. അതല്ല ഇന്ന് സംഭവിക്കുന്നത്. എന്തേ കാരണം? പരിശുദ്ധമായ ഖുർആനിലേക്ക് നമ്മുടെ മക്കളെ പഠിപ്പിച്ചിട്ടില്ല. നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിക്കുകയാണ്, ലാ തുസ്കിനുൻ നിസാഅ അൽ ഖുറഫാ വലാ തുഅല്ലിമൂഹുന്ന അൽ കിതാബാ വഅല്ലിമൂഹുന്ന സൂറത്തൻ നൂർ. പെണ്ണുങ്ങളെ, സ്ത്രീകളെ വീട്ടിൽ ഒറ്റയ്ക്ക് താമസിപ്പിക്കരുതേ. വീടിന്റെ മുകളിൽ നിങ്ങൾ സ്ത്രീകളെ ഒറ്റയ്ക്ക് താമസിക്കാൻ അനുവദിക്കരുതേ. പ്രായപൂർത്തിയെത്തിയ പെൺകുട്ടികളെ വീട്ടിൽ ഒറ്റയ്ക്ക് താമസിപ്പിച്ചിട്ട് വഅദ് കേൾക്കാൻ എന്റെ ഉമ്മമാരെ നിങ്ങൾ വരരുതേ. അവള് പറയും, എനിക്ക് വയറുവേദന, തലവേദന, ക്ഷീണമാണ്, പഠിക്കാനുണ്ടെന്നൊക്കെ പറയുന്നത് വെറുതെ നിങ്ങളെ കളിപ്പിക്കാനാ. ഇടയ്ക്ക് നിങ്ങളൊന്ന് പോയി നോക്ക്, എന്താണ് അവളുടെ പണിയെന്ന് നമുക്കറിയാം. അതുകൊണ്ട് അള്ളാന്റെ റസൂല് പറഞ്ഞ വാക്കാണ്, അബൂബക്കറിന്റെ വാക്കല്ല. ലാ തുസ്കിനുൻ നിസാഅ ഖുറഫാ വലാ തുഅല്ലിമൂഹുന്ന അൽ കിതാബാ. ആവശ്യമില്ലാതെ ഭൗതികമായ വിദ്യ നിങ്ങളുടെ പെൺമക്കൾക്ക് കണ്ണെത്താ ദൂരത്ത് കൊണ്ടുപോയി പഠിക്കാൻ നിങ്ങൾ അനുവദിക്കരുത് എന്ന് 1000 വർഷങ്ങൾക്ക് മുമ്പ് ലോകത്തിന്റെ പ്രവാചകൻ മുത്ത് മുഹമ്മദ് മുസ്തഫ തങ്ങൾ പറഞ്ഞത് ഈ വർത്തമാന കാലഘട്ടത്തെ നോക്കിക്കൊണ്ടാണെങ്കിൽ എന്റെ സഹോദര,
ബാംഗ്ലൂരിലും കൽക്കട്ടയിലും ബാംഗ്ലൂരിലും ഒക്കെ നിങ്ങളുടെ പെൺകുട്ടികളെ പഠിക്കാൻ വിടുമ്പോ അവർ പോകുന്നതും അവരുടെ ജീവിതവും അവരുടെ ശൈലികളും ഏതാണ് എന്താണെന്ന് ഈ ഉപ്പയും ഉമ്മയും അറിയുന്നുണ്ടോ? അള്ളാന്റെ റസൂലിന് തെറ്റുപറ്റിയിട്ടില്ല. ഹബീബായ തങ്ങൾ പറയുകയാ, വഅല്ലിമൂന്ന സൂറത്തുൻ നൂർ, നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ സൂറത്തുൻ നൂർ പഠിപ്പിക്കണേ. പെൺമക്കൾക്ക് പഠിപ്പിച്ചോട് സൂറത്തുൻ നൂർ, ഖുർആൻ പഠിപ്പിക്കുക. ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ അരികിൽ തന്റെ കുട്ടിയെയും കൂട്ടിക്കൊണ്ടുവന്ന് പിതാവ് പരാതി പറഞ്ഞപ്പോ തന്റെ മാതാപിതാക്കളുടെ കടമ എന്താണ്? ഒന്നാമത്തെ കടമ, വാപ്പ ഉമ്മയെ തെരഞ്ഞെടുക്കുന്നത് സൂക്ഷിക്കണം. 2, എന്റെ പേരെനിക്ക് നന്നാക്കി എന്റെ ഉപ്പ നൽകിയിട്ടേയില്ല. ഈ കുട്ടി പരാതി പറയുകയാണ്, സമ്മാനി ജുഅല, എനിക്കെന്റെ ഉപ്പയിട്ട പേര് വണ്ടി എന്നാണ്, കരിവണ്ട് ചെള്ളി എന്നാണ് എനിക്കെന്റെ ഉപ്പയിട്ട പേര്. മൂന്നാമതായ കുട്ടി പരാതി പറഞ്ഞു, വമാ അല്ലമനി ആയത്തൻ മിൻ കിതാബില്ലാ, എന്റെ ഉപ്പ പരിശുദ്ധ ഖുർആനിലെ ഒരായത്ത് പോലും എനിക്ക് ജീവിതത്തിൽ പഠിപ്പിച്ച് തന്നിട്ടേ ഇല്ല. അമീറുൽ മുഅ്മിനീൻ, പറയൂ ആരെ പീഡിപ്പിച്ചു? ഉമർ റളിയല്ലാഹു അൻഹു ചാടി എഴുന്നേറ്റ് വാപ്പാന്റെ ഹൽഖിനേറി പിടിച്ചിട്ടുണ്ട്. നീയാണോ പറഞ്ഞത്? ഇന്നക കുന്ത തഖൂൽ ഇന്ന ഇബ്നി ഹാദാ യഉഖുനി ഫഖദ് അഖഖതഹു ഖബ്ല അൻ യഉഖുക, നിന്നെ വേദനിപ്പിക്കുന്നതിന് മുമ്പ് നീയാണ് നിന്റെ മക്കളെ വേദനിപ്പിച്ചത്. ഇറങ്ങി പുറപ്പെട്ടേക്ക് പോ. ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹു അട്ടിപ്പായിച്ചു ഇറക്കി വിട്ടു. കാരണം ആരാ കുറ്റക്കാർ? മക്കളെ പഴിച്ചു കുറ്റക്കാർ മാതാപിതാക്കൾ. അതുകൊണ്ടാണ് നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത്, ഫൽതഫിതു ഇലാ വലദിഹി, തന്റെ മാതാപിതാക്കൾ തന്റെ മക്കളിലേക്ക് നോക്കിയിട്ട് ചോദിക്കും, മക്കളെ ഞാൻ മരണപ്പെടാൻ പോവുകയാണ്, എനിക്ക് എന്താ നിങ്ങളുടെ ഭാഗത്തുള്ള സമ്മാനം? നിങ്ങളെ ഞങ്ങൾ കൊണ്ട് കുഴിച്ചു മണ്ണിട്ട് മൂടും ഉപ്പ, അതല്ലാതെ ഞങ്ങൾക്ക് മറ്റു മാർഗമില്ല. പിന്നെ മൂന്നാമത് ഒരു സാധനം ഇവനെ സഹായിക്കാൻ വരും, മുസ്ലിലഹു അമലുഹു, ഇവന്റെ അമൽ ഇവനെ സഹായിക്കാൻ വരും. അത് നമുക്ക് നമ്മുടെ വിഷയം ബാക്കി അങ്ങോട്ട് പറയുന്ന കൂട്ടത്തിൽ നമുക്ക് ചർച്ച ചെയ്യാനുള്ള വിഷയമാണ്, എന്നാലേ നമുക്കത് മനസ്സിലാവുള്ളൂ. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസ് അടക്കം പറയണം. കാരണം ഒരാൾ മരണപ്പെട്ടാൽ അയാൾക്കുണ്ടാകുന്ന ഗുണങ്ങൾ എന്താണ്? ഫയഅതീഹിൽ മലക്കു സാനി, രണ്ടാമത്തെ മലക്ക് കയറി ഇറങ്ങി വരികയാണ്. എപ്പോഴാണ്? ഇദാ ഖുബില റൂഹുഹു, അവന്റെ റൂഹിനെ പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ, അവൻ മയ്യത്തായി കഴിഞ്ഞാൽ, അവൻ മരണപ്പെട്ട് കഴിഞ്ഞാൽ, ഫയഅതീഹിൽ മലക്കു സാനി, രണ്ടാമത്തെ മലക്ക് അവന്റെ അരികിലേക്ക് ഇറങ്ങി വരികയാ. ഫയുനാദി, അവനോട് വിളിച്ചു പറയുകയാണ്, യബ്ന ആദം, ആദമിന്റെ മോനെ, ഐനമാ അഅദദത മിനൽ ഗിനാ ലിൽ ഫഖരി, യബ്ന ആദം ഐനമാ അഅദദത മിനൽ ഇംറാൻ ലിൽ ഖറാബ്, യബ്ന ആദം ഐനമാ അഅദദത മിനൽ ഉൻസി ലിൽ വഹ്ശാ. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, ഇവന്റെ റൂഹിനെ പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ, ഇദാ ഖുബില റൂഹുഹു, അവന്റെ റൂഹിനെ പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ, അവൻ മയ്യത്തായി കിടക്കുമ്പോ രണ്ടാമതൊരു മലക്ക് അവന്റെ അരികിലേക്ക് ഇറങ്ങി വരികയാ. വനുശിറ അലൈഹിൽ കഫനു, അവന്റെ മയ്യത്ത് ജനങ്ങളെ കുളിപ്പിച്ചു കൊണ്ടിരിക്കുമ്പോ, ഇവന്റെ മയ്യത്ത് പൊതിയാൻ കോലായിലെ മയ്യത്ത് തുണി വിരിക്കപ്പെട്ടിരിക്കുമ്പോൾ, ഫയുനാദീഹി, ഒരു മലക്ക് വന്നുകൊണ്ട് വിളിച്ചു പറയുകയാണ്, യബ്ന ആദം, ആദമിന്റെ മോനെ, ഐനമാ അഅദദത മിനൽ ഗിനാ ലിൽ ഫഖരി, ദുനിയാവിൽ സാമ്പത്തിക മാന്ദ്യം സംഭവിച്ചു പോകുമെന്ന് കരുതി, ദാരിദ്ര്യം സംഭവിക്കുമെന്ന് കരുതി, പട്ടിണിയിലും പരിവട്ടത്തിലുമായി പോകുമെന്ന് കരുതി, നീ ദുനിയാവിന് വേണ്ടി സമ്പാദിച്ച നിന്റെ സമ്പാദ്യം എവിടെ? നിന്റെ കയ്യിൽ കിടന്ന മോതിരം ജനങ്ങൾ അഴിച്ചു മാറ്റിയില്ലേ? നിന്റെ കയ്യിലുള്ള വാച്ച് അഴിച്ചു മാറ്റിയില്ലേ? നിന്റെ ശരീരത്തിൽ കിടന്ന സോട്ടും കോട്ടും അഴിച്ചു മാറ്റിയില്ലേ? കൈകളിൽ ശാഖാദികളിൽ ശരീരത്തിൽ അണിഞ്ഞിരുന്ന സ്വർണ്ണാഭരണങ്ങൾ ജനങ്ങൾ അഴിച്ചു മാറ്റിയില്ലേ? പത്തര മാറ്റുള്ള പവറുള്ള സ്വർണ്ണാഭരണം ധരിച്ചുകൊണ്ട് നീ നടന്നില്ലേ?
അറിയില്ലേ എന്റെ സഹോദരി ഇബ്നു ആദം, ആദമിന്റെ മോളെ, ആദമിന്റെ മോളെ, ഐനമാ അഅദദത മിനൽ ഇനാലിൽ ഫഖരി, നിങ്ങൾ ദാരിദ്ര്യത്തിൽ പെട്ടുപോകുമെന്ന് കരുതി നിങ്ങൾ ഖജനാവിൽ സൂക്ഷിച്ചു വെച്ച, ലോക്കറിൽ സൂക്ഷിച്ച പണം എവിടെ? പണം എവിടെ? വെറും കൈയോടെയല്ലേ നിന്റെ കരങ്ങൾ മലർത്തി വെച്ചിരിക്കുന്നത്, നിന്റെ കാലുകൾ നീട്ടിവെച്ചിരിക്കുന്നത്. നിന്നെ ജനങ്ങളെ കുളിപ്പിക്കുകയാണ്. ഇന്നലെ നീ സ്വന്തമായി കുളിച്ചവനാണ്, സ്വന്തമായി വസ്ത്രം ധരിച്ചവനാ. ഇതാ നിന്റെ മയ്യത്ത് പൊതിയാൻ ജനങ്ങൾ കാത്തു നിൽക്കുകയാണ്. വനുശ്റാലൈഹിൽ കഫനോ, അവന്റെ മയ്യത്ത് തുണിയതാ വിരിക്കപ്പെട്ടിരിക്കുകയാണ്. മാലാക വന്നവനോട് ചോദിക്കുകയാണ്, എവിടെ നിന്റെ സമ്പാദ്യം? എവിടെ നിന്റെ സമ്പാദ്യം? ആ സമ്പാദ്യമെല്ലാം നീ ഒഴിവാക്കിയിട്ട് വെറും കയ്യോടെ പോവുകയാണോ? രണ്ടാമത് ചോദിക്കുകയാണ്, യബ്ന ആദം, ആദമിന്റെ മോനെ, ആദമിന്റെ മോളെ, ഐനമാ അഅദദത മിനൽ ഇംറാനി ലിൽ ഖറാബ്. ഈ ദുനിയാവിലെ ക്ഷണികമായ ജീവിതത്തിൽ ജീവിക്കാൻ വേണ്ടി നശ്വരമായ ഭവനത്തിൽ ഭൂമിയിൽ നീ സ്വർണ്ണ കൊട്ടാരം കെട്ടിപ്പൊക്കുകയല്ലേ? അടിപൊളിയായ വീട് കെട്ടിപ്പൊക്കി നീ ദുനിയാവിൽ സുഖിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുകയല്ലേ? ഐനമാ അഅദദത മിനൽ ഇംറാൻ, നീ ഉണ്ടാക്കിയ നിന്റെ കൊട്ടാരം എവിടെ? ആദമിന്റെ മോനെ, ലിൽ ഖറാബ്, ഈ നശിച്ചു പോകുന്ന നശ്വരമായ ദുനിയാവിന് വേണ്ടി കോടികൾ ചെലവ് ചെയ്ത കൊട്ടാരം എവിടെ? ആറടി മണ്ണിന്റെ ഇരുണ്ട തുരുത്തിലേക്ക് നീ പോകേണ്ടവനല്ലേ? അവിടെ നിനക്കാരാണ് സൗഖ്യം നൽകുക? അവിടെ നിനക്കാരാണ് സുഖലോലുപതയ്ക്ക് ഉത്തുംഗ സോപാനം നിനക്ക് വിരിച്ചു തരിക? അവിടെ ആരാണ് പട്ടുമെത്തകൾ വിരിച്ചു തരിക നിനക്ക്? അവിടെ ആരാണ് താരാട്ട് പാടാനുള്ളത്? അബ്ബരചുംബികളായ നിന്റെ കോട്ട കൊത്തളങ്ങൾ എവിടെ? യബ്ന ആദം, ആദമിന്റെ മോനെ, ഐനമാ അഅദദത മിനൽ ഉൻസി ലിൽ വഹ്ശാ, ഒറ്റപ്പെട്ട ഖബർസ്ഥാനിൽ കിടക്കണ്ടേ? ഒറ്റപ്പെട്ട് നീ കഴിയണ്ടേ? ആറടി മണ്ണിൽ ജനങ്ങൾ ആറടി മണ്ണ് വരെ നിന്റെ അരികിലേക്ക് അവരെത്തുമ്പോ നിന്റെ മയ്യത്തെടുത്ത് അവരാ ആറടി മണ്ണിലേക്കിട്ട് നിന്റെ മേലേക്ക് മണ്ണ് വാരിയിട്ട് മടങ്ങിപ്പോകുമ്പോ ആ ഖബറിനകത്ത് നിനക്ക് എന്ത് കൂട്ടുകാരാ? ആരാണ് നിന്നോടൊപ്പം അവിടെ ഓടിയെത്തുക? ഐനമാ അഅദദത മിനൽ ഉൻസി ലിൽ വഹ്ശാ, ഒറ്റപ്പെട്ട ജീവിതത്തിൽ നിന്നെ സഹായിക്കാനുള്ള വസ്തുത ഏതാണ്? ആദമിന്റെ മോനെ. ഇതാണ് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്. മൂന്നാമതായി ഇവന്റെ അരികിലേക്ക് വന്നു നിൽക്കുന്നത് അമലുഹു, അവന്റെ കർമ്മങ്ങളാണ് ഇവന്റെ മുന്നിലേക്ക് വന്നു നിൽക്കുക. 6 ചോദ്യമായി. രണ്ടാമത്തെ മലക്കിന്റെ മൂന്നാമത്തെ ചോദ്യം. എന്താ സംഭവം പറഞ്ഞത്? എന്താണ് നിനക്ക്, നീ ഒറ്റപ്പെട്ട ഖബറിൽ നിനക്ക് ജീവിക്കാൻ, ആ ഖബറിനകത്ത് നിനക്ക് എന്തുണ്ട് സഹായി? ആരാണ് സഹായി? ആരാണ് നിന്നെ സഹായിക്കുക? മലക്ക് വന്ന് ഇവനോട് ചോദിക്കും. അപ്പൊ മലക്ക് വന്ന് ഈ മരിച്ചു കിടക്കുന്ന മനുഷ്യനോട് ചോദിക്കുമ്പോ ഈ മലക്ക് ചോദിക്കുന്നത് ഈ മനുഷ്യർക്ക് അറിയാൻ പറ്റുമോ? ഇവരിപ്പോ ചോദിക്കുന്നൊക്കെ പറയുന്നുണ്ടല്ലോ, അങ്ങനെ വിളിക്കുന്നുണ്ട്. കുളിക്കാൻ, മയ്യത്ത് കുളിപ്പിക്കാൻ എടുത്തപ്പോ മലക്ക് വന്നിട്ട് ചോദിക്കുന്നു എന്ന് പറയുന്നത് ശരിയാണോ? ഇൻഷാ അല്ലാഹ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ വബാരിക് വസല്ലിം അലൈഹി. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. ربنا اغفر لنا ولوالدينا ربنا ارحمهما كما ربونا صغارا. അല്ലാഹുവേ, ഈ സദസ്സിനെ നീ സ്വീകരിക്കണേ റഹ്മാനെ. ഈ സദസ്സിൽ ഒരുമിച്ച് കൂടിയവരെ നീ സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂട്ടണേ അല്ലാഹുവേ. അർശിന്റെ തണലിൽ നൽകണേ റഹ്മാനെ. പടച്ചവനെ, മരണവേളയിൽ ഞങ്ങളുടെ ആഖിബത്ത് നന്നാക്കിത്ത റഹ്മാനെ, മോശമാക്കല്ലേ അല്ലാഹുവേ. അല്ലാ, പെട്ടെന്നുള്ള മരണത്തിൽ ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണേ അല്ലാ. ദീർഘായുസ് നൽകണേ അല്ലാ. ആഫിയത്ത്, ആരോഗ്യം നൽകണേ പടച്ചവനെ. കൂടുതൽ നാൾ ജീവിച്ച് തെറ്റുകൾ ചെയ്യാനല്ല, തൗബ ചെയ്യാനാണ് പടച്ചവനെ, നന്മകൾ ചെയ്യാനാണ് അല്ലാ. പെടുന്നതിനുള്ള മരണത്തിൽ നിന്ന് നിന്നോട് കാവൽ തേടുന്നു റഹ്മാനെ. പ്രതീക്ഷിക്കാത്ത മരണത്തിൽ നിന്നോട് കാവൽ ചോദിക്കുന്നു അല്ലാഹുവേ. മാരകമായ രോഗത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ലാ. പടച്ചവനെ, ഖബറിന്റെ ഒറ്റപ്പെട്ട ജീവിതത്തിൽ സഹായിക്കാൻ ആരുമില്ല അല്ലാ. പടച്ചവനെ, ആ ഖബറിന്റെ ജീവിതത്തിൽ സഹായികളായി നന്മകളെ നീ എത്തിച്ചതാ റഹ്മാനെ. അതിനുവേണ്ടി ധാരാളം നന്മകൾ
നന്മകൾ ചെയ്യാൻ തൗഫീഖ് ദാ പടച്ചവനെ. അല്ലാഹുവേ ഞങ്ങളുടെ മക്കളെ സാലിഹീങ്ങളാക്കണേ അല്ലാ, സാലിഹാത്തുകളാക്കണേ അല്ലാ. പിഴച്ചു പോകുന്ന മക്കളെ നീ ഞങ്ങൾക്ക് നൽകല്ലേ റഹ്മാനെ. അല്ലാഹു മാതാപിതാക്കളുടെ വഴിയെ സഞ്ചരിക്കുന്ന, മാതാപിതാക്കളുടെ പാദത്തെ സ്വീകരിക്കുന്ന, മാതാപിതാക്കൾ നല്ല വഴികളിലേക്ക് മക്കളെ നയിക്കുമ്പോൾ ആ വഴികളെ അനുധാവനം ചെയ്യുന്ന സാലിഹ്യങ്ങളായ മക്കളെ നീ ഞങ്ങൾക്ക് നൽകണേ റഹ്മാനെ. പടച്ചവനെ പിഴച്ചു പോകുന്ന, വഴിതെറ്റിപ്പോകുന്ന മക്കളെ നീ ഞങ്ങൾക്ക് നൽകല്ല റബ്ബേ. ഞങ്ങളുടെ മക്കൾ നാളെ ഞങ്ങൾക്കെതിരെ സാക്ഷി പറയുന്ന അവസ്ഥയിലേക്ക് നീ കൊണ്ടെത്തിക്കല്ലേ റഹ്മാനെ. അല്ലാഹുവേ ഞങ്ങളുടെ മക്കളെ നീ സാലിഹീങ്ങളാക്കണേ അല്ലാ, ഹാഫിളീങ്ങളാക്കണേ അല്ലാ, അലിമീങ്ങളാക്കണേ അല്ലാ. പടച്ച റബ്ബേ ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർ ഹലാലായ ഉദ്ദേശങ്ങൾ നിറവേറ്റി കൊടുക്കണേ റഹ്മാനെ. ഇവിടെ 5000 നൽകി സഹായിച്ചവർ, ഈ ബക്കറ്റിൽ നിക്ഷേപിച്ചവർ, അല്ലാഹുവേ നീ സഹായിക്കണേ റഹ്മാനെ. അവരുടെ വിഷമങ്ങളും പ്രയാസങ്ങളും ദൂരീകരിക്കണേ അല്ലാഹുവേ. അവരുടെ രോദനങ്ങളെ നീ കാണണേ റഹ്മാനെ. അവരുടെ വേദനകളെ അകറ്റണേ മന്നാനെ. അവരുടെ കടങ്ങളെ ഒഴിവാക്കി കൊടുക്കണേ ദയ്യാനെ. യാ അല്ലാഹ് ഞങ്ങളുടെ മരണപ്പെട്ടവർക്ക് പുറത്തു കൊടുക്കുക അല്ലാ, മഗ്ഫിറത്ത് കൊടുക്കല്ലാ, മർഹമത്ത് കൊടുക്കല്ലാ. ഈ സദസ്സിൽ വന്നവർ എത്രയോ ദൂരത്ത് നിന്ന് വന്നവരെല്ലാം ഉണ്ട് റഹ്മാനെ. അവരുടെ ഓരോ വരവിനും അർഹമായ പ്രതിഫലം നീ നൽകണ റഹ്മാനെ. ഈ പറയപ്പെട്ട വിഷയങ്ങൾ എന്റെയും ഈ സാധുക്കളുടെ ജീവിതത്തിന്റെ ഭാഗമാക്കാൻ തൗഫീഖ് താ റഹ്മാനെ. ആരെല്ലാം ഏതെല്ലാം കാര്യങ്ങൾ കൊണ്ട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ടോ അവരുടെ എല്ലാ ഹലാലായ ഉദ്ദേശങ്ങളും നിറവേറ്റി കൊടുക്കുക റബ്ബേ. ഈ ദുആ നീ സ്വീകരിക്കണേ റഹ്മാനെ.